സൂചനയൊന്നും നീ തന്നില്ലല്ലോ. ബലിയർപ്പണത്തിനായി നിങ്കലേക്കല്ലേ നീ യാത്ര ചോദിച്ചിതാ ഞാൻ പോകുന്നു. ഹേ പുരോഹിതാ, നിന്നന്ത്യബലിയിങ്കൽ നിന്നു ഞാൻ അബ്രാമിൻ ബലിപീഠം പോൽ. നീ എന്നോടായി യാത്ര ചോദിച്ചു പോയപ്പോൾ സങ്കടത്താലെൻ്റെ കരളലിഞ്ഞു. ചൂടു കണ്ണീരും അന്ത്യചുംബനവും ഹൃദയം മലിക്കും പോലായിരുന്നു. ആചാര്യ നീ വാങ്ങിപ്പോമെന്നറിഞ്ഞതാൽ വിലപിക്കുന്നു ഞാൻ അനാഥനെ പോൽ. നിൻ ശുശ്രൂഷയിൽ ഖേദത്താലിന്ന് ഞാൻ മൗനമായി. നിൻ വേർപാടിങ്കൽ ഈ ശുദ്ധ ദേവാലയം ഗീതങ്ങൾ പാടിയിടുന്നു. നീ പാടി കേട്ടതാം കീർത്തനങ്ങളെല്ലാം അതുപോലാലാപിക്കാനാകും. നീ നിന്നിട്ടുള്ള ഈ പ്രസംഗപീഠവും നിൻ താമസിലാണ്ടു. ഈ വൈദികൻ തന്റെ നിര്യാണമിന്നിത അഹരോൻ താതന്റെ പോലായിരുന്നു. നീ ഞങ്ങൾക്കായി തന്ന കൂദാശകൾക്കെല്ലാം ദിവ്യ സൗരഭ്യമുണ്ടായിരുന്നു. മശിഹാതൻ പെട്ടകം സൂക്ഷിച്ചൊരാചാര്യൻ തൻ ദൗത്യം തീർന്നിതാ പോയിടുന്നു. സൽക്കർമ്മിയാകുമിയാചാര്യ ശ്രേഷ്ഠനെ നരകത്തിലൊരു നാൾ തള്ളിയിടല്ലേ. ശുദ്ധമദ്ബാഹായിൽ സ്പർശിച്ച പാദങ്ങൾ അഗ്നികനലിനു ഇരയാക്കല്ലേ. പരിശുദ്ധ ഗ്രന്ഥത്തിൽ സൂക്ഷിച്ച കണ്ണുകൾ പുഴുചീതലീവയ്ക്ക് കൂടാകല്ലേ. നിൻ രക്തശരീരങ്ങളാഘോഷിച്ച കൈകൾ എരുതി ചൂടാലെ ചുരുട്ടിക്കല്ലേ. കർത്താവേ, നിന്നോടെ മഹിമാദിവസത്തിൽ ഈ പുരോഹിതനെ മോദിപ്പിക്കാം. ഭീതിലേശം വേണ്ട ഈ സ്വർഗയാത്രയിൽ നോമ്പും പ്രാർത്ഥനയും തുടരുന്നു.
നൽകും. ഒരു നാളും നിൻ മുഖം കാണുകയില്ലിനി. നാഥൻ വീണ്ടും വരും നാളുകൾ വരെ. നാഥൻ ഗേഹേ പാർക്കും വിഗതർക്കൊപ്പം ചേരാൻ ശ്രേഷ്ഠാചാര്യ ഇപ്പോൾ ശുഭമായി പോകാം.
പിതൃസ്നേഹ സ്മരണ വേലികൾക്കപ്പുറത്ത് കടന്നു എന്ന് ആദരിക്കുവാൻ, അനുഗ്രഹിക്കുവാൻ സ്നേഹത്തിന്റെ മൂർത്തിഭാവമായിരുന്നു കാലം ചെയ്ത ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ. നാം പിതാവിനെ അറിയേണ്ടതുപോലെ അറിയുന്നതിന് മുമ്പ് തൻ്റെ നാഥന്റെ പൂന്തോപ്പിലേക്ക് അവിടുന്ന് കടന്നുപോയി. കാലയവനികൾക്കുള്ളിൽ മാറ്റപ്പെട്ട അങ്ങയെക്കുറിച്ച് എല്ലാ ശബ്ദവും പറയുമ്പോൾ ഞങ്ങൾക്കും പലതും പറയുവാനുണ്ട്. 74 വർഷത്തെ ജീവിതം, ലാളിത്യം, വിനയം, സ്നേഹം ഇവയുടെ രൂപം നമുക്ക് കാണിച്ചു തന്ന മലങ്കരയിലെ കാതോലിക്ക സിംഹാസനത്തിൽ 8ാമത്തെ സ്ഥാനം അലങ്കരിച്ച പിതാവിൻ്റെ പൊതു സ്നേഹസ്മരണയിലേക്ക് ഏവരെയും സ്നേഹപരസ്പരം സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസന അരമനയിൽ നിന്ന് ഡോക്ടർ എബ്രഹാം ആർ സെറാഫീം തിരുമേനിയും കൗൺസിൽ അംഗങ്ങളും ചേർന്നുള്ള പ്രാർത്ഥനയോടെ പൊതു സ്നേഹ സ്മരണ ആരംഭിക്കുന്നു. കാന്തിയേഴും സുധവാസാകാരി. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വന്യ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ അനുഗ്രഹീതരെ, പൗരസ്ത്യ കാതോലിക്കായും മലങ്കര മെത്രാപ്പൊലീത്തായും നമ്മുടെ പിതാവുമായിരുന്ന പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ ഓർമ്മ ബാംഗ്ലൂർ ഭദ്രാസനം നിർവഹിക്കുകയാണ്. ആ പരിശുദ്ധ പിതാവിൻ്റെ ശുശ്രൂഷയും ജീവിതവും നമുക്കെല്ലാവർക്കും അനുകരണീയമാണ്, നമുക്ക് വലിയ അനുഗ്രഹമായിരുന്നു. ആദ്യമായി പരിശുദ്ധ പിതാവിനെ ഓർത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥന സമർപ്പിക്കുകയാണ്. ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടുകൂടി എല്ലാവരും എണീറ്റ് നിന്ന് സംബന്ധിക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ചാർത്തും നീതിയ നിന്നാചാര്യന്മാരും മഹിമേ നിന്നയവാന്മാരും ഹാലേലൂയ ഹാലേലൂയ. നിന്നഭിഷിക്ത മുഖം തിരിപ്പിക്കല്ലേ, നിന്ദാസൻ ദാവീദിൻ മൂലം നിൻപുത്രന്മാർ കാത്തിടുമെങ്കിൽ. ഹാലേലൂയ ഹാലേലൂയ. എൻ നിയമത്തെയും ഞാൻ ഉപദേശിച്ചിടുമേ, സാക്ഷിയെയും പാറയ്ക്കുമോ. ശുഭഹോല ബോല ബറുവൽ റൂഹു കാദീശോ മെൻഹോലം വാദാമുൽവോലം ഉൽമീനാമി. ശുചിയോട് ശുദ്ധ്യാബിസ്കുദിശ സ്പർശിച്ചുള്ള പാദങ്ങൾ, പുക്കുദ്യാന ദ്വാരങ്ങൾ വാനവരൊത്തു വസിക്കേണം. സ്തൗമൻ കാലസ്കുറിയേലായിസോ നിർമ്മലമദ്ബഹായിൽ കർത്തൃ സ്നേഹാശുശ്രൂഷിച്ചോര വൈദികരെ പിഞ്ചലും വം ഈറേന്മാർ ദേവാകാരി ബാറയ്ക്കുമോ. ശുഭഹോല ബോല ബറുവൽ റൂഹു കാദീശോ ഭംഗ്യാ ദൈവസുധാ നിന്നെ ശുശ്രൂഷിച്ചൊരു വൈദികരെ നിന്നാഗമനമഹാ നാളിൽ ഓർത്തുമുഖപ്രഭയേകേണമേ. മൊറിയോറാഹി മേലൈനുവാദാരേ ആചാരീശ മഷിഹാകുദാശകളർപ്പിച്ച ശ്രേഷ്ഠാചാര്യൻ ഏകുക പുണ്യം
നാഥാസ്തോത്രം. മാംഗ്ലൂർ ഭദ്രാസനം മലങ്കര സഭയുടെ ദുഃഖത്തോടൊപ്പം പങ്കുചേരുന്നു. ആ ദുഃഖത്തിന്റെ കാരണം ഒരു മഹിതാചാര്യന്റെ വേർപാടാണ്. അവസാനം രൂപം കൊണ്ട ഭദ്രാസനങ്ങളിൽ ചെറുതായ ഈ ഭദ്രാസനത്തെ പ്രായത്തിൽ ഇളയ പിതാവിന്റെ കരങ്ങളിൽ നൽകി അതിൻ്റെ വളർച്ചയിൽ ആനന്ദിച്ച കാലം ചെയ്ത പരിശുദ്ധ പിതാവ്, ആ പരിശുദ്ധ പിതാവ് ഈ ഭദ്രാസനത്തിൽ 10 വർഷത്തിനുള്ളിൽ കടന്നു വന്ന് നിർവഹിച്ചിട്ടുള്ള ഹൃദയസ്പർശിയായ രംഗങ്ങളെ ആവിഷ്കരിക്കുന്ന ഈ ഡോക്യുമെന്ററി ദൃശ്യ ശ്രവണ മധുരം നിറഞ്ഞ ആ രംഗങ്ങളിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. പൗലോസ്തിരിയൻ കാതോലിക്ക ആയിട്ട് തന്നെ മോറാൻമോർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ത്രായവനു കാതോലിക്കോ ലീത്തോ കാദിസ്തോദോർത്തുതു ച്യാതുമതിന് ഹോതു മോർത്തോമ ശ്ലീഹോ പൗരസ്യദേശത്തെ സത്യവിശ്വാസികളുടെ സഭയുടെ ഭിത്തി ബലവത്താക്കുക ശിലമേൽ നിർത്തി നായകരായോർ ഇടയന്മാരെ കാക്കുക ദൈവത്തെ ആശ്രയിക്കുക. ഒരു ക്രിസ്തു സാക്ഷ്യം നമുക്കുണ്ടാകട്ടെ. അടിപതറേണ്ട ആവശ്യമില്ല. ആരെങ്കിലും നമ്മെ പരിഹസിക്കട്ടെ, ആരെങ്കിലും നമ്മളെ ഉപദ്രവിക്കട്ടെ, ആരെങ്കിലും നമ്മളെ വഞ്ചിക്കട്ടെ, എന്തെങ്കിലും ആയിക്കൊള്ളട്ടെ, ഒരിക്കലും നമ്മൾ പതറേണ്ട ആവശ്യമില്ല. നമ്മൾ എടുക്കുന്ന നിലപാടുകൾ നീതിയുടെ നിലപാടുകൾ, നന്മയുടെ നിലപാടുകൾ, ശരിയുടെ നിലപാടുകൾ. അതിനുവേണ്ടി നമുക്ക് ജീവിക്കാം. അതിനുവേണ്ടി നമുക്ക് ഈ ജീവിതത്തെ മുഴുവനുമായി കാഴ്ചവെക്കാം. സഭയുടെ ഭിത്തി ബലവത്താക്കുക ശിലമേൽ നിർത്തി നായകരായോർ ഇടയന്മാരെ കാക്കുക എന്റെ ആരോഗ്യത്തെക്കാളും എന്റെ ജീവനേക്കാളും ഞാൻ ഗൗരവമായി കാണുന്നത് പരിശുദ്ധ സഭയുടെ അന്തസത്തയും പരിശുദ്ധ സഭയുടെ അഭിമാനവുമാണ്. ഞാൻ ഇന്ന് ജീവിച്ചാൽ ജീവിച്ചു, ഇന്ന് മരിച്ചാൽ മരിച്ചു. ഞാൻ മരിച്ചാലും മറ്റൊരാൾ കാതോലിക്കയായിട്ടൂടെ ഉയർന്നു വരും. സഭയ്ക്ക് അനാഥത്വമുണ്ടാകുകയില്ല. അതുകൊണ്ട് എന്റെ ജീവനേക്കാളും ആരോഗ്യത്തെക്കാളും അധികം മലങ്കര സഭയുടെ ശക്തിക്കും വരഗുണഗണനിധി വാഴുക നെടുനാൾ ഏതാന്തവന്യ പരിശുദ്ധ ശുഭശ്രീ ശ്രേഷ്ഠ പുരോഹിതമൗലി ഉന്നത സുരഭിതയോഗി പദപരിശോഭിത ഭാവ തേജോമയ ജയ
ശാന്തവന്യ പരിശുദ്ധ ശുഭശ്രീ ശ്രേഷ്ഠ പുരോഹിത മൗലി വന്യ മഹാശയ ഭുവനത്യാഗി ഉന്നത സുരഭിതയോഗി പദ പരിശോഭിത ഭാവാ തേജോമയ ജയശാലി വൈദിക ദിവ്യ പിതാവേ ഈ ഡോക്യുമെന്ററിയുടെ പിന്നിൽ പ്രവർത്തിച്ച ഫാദർ സൈമൺ ജോയി, ഡിക്കൻ ഷിബിൻ, വിമൽ, റോനി, അജിത്, ഗീവർഗീസ് ഇവരുടെ പ്രയത്നത്തെ ശ്ലാഘിക്കുന്നു. ഭദ്രാസന കൗൺസിൽ, മെത്രാപ്പോലീത്ത ഇവർ ചിന്തിക്കുന്നവ ഭദ്രാസന വളർച്ചയെക്കുറിച്ച് വിശകലനം ചെയ്ത് പഠിക്കുന്നു. അഭിവന്യ ഭദ്രാസന മെത്രാപ്പോലീത്തയ്ക്ക് കൈത്താങ്ങൽ നൽകുന്നു. എല്ലാ വൈദികരെയും ജനങ്ങളെയും ചേർത്ത് കൊണ്ടുപോകുന്ന ഭദ്രാസന ദൈവത്തിരുനാമം മഹത്വപ്പെടട്ടെ. അഭിവന്യ പിതാക്കന്മാരെ, ശ്രേഷ്ഠ വൈദിക സഹോദരങ്ങളെ, വിശിഷ്ട അതിഥികളെ, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, മൃദു സ്നേഹസ്മരണ വീക്ഷിക്കുന്ന ഏവരുമേ, ഡഗ്ലസ് മർ ആർദർ ഇപ്രകാരം പറയുന്നു: A true leader has the confidence to stand alone, the courage to make tough decisions, and compassion to listen to the needs of others. He does not set out to be a leader, but becomes one by the equality of his actions and the integrity of his intent. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ സ്വയം ശീർഷകത്വവും സ്വാഭിമാനവും മുറുകെ പിടിച്ച മഹിതാചാര്യൻ, ധീര നായകൻ, മായാത്ത മന്ദസ്മിതം, നിഷ്കളങ്കതയുടെ സൗന്ദര്യം, ഉത്തമ ഇടയൻ, പരിശുദ്ധ മോറാൻമാ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ മാലാഖമാരുടെ ഗണത്തിൽ ആടുകളുടെ മധ്യസ്ഥനായി നിൽക്കുമ്പോൾ ആ പരിശുദ്ധ പിതാവിൻ്റെ സ്നേഹസ്മരണകൾ, ആ പരിശുദ്ധ പിതാവിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മൃദു സ്നേഹസ്മരണയായി ബാംഗ്ലൂർ ഭദ്രാസനം ഭക്തി ആദരവുകളോടെ ആ തിരുസന്നിധിയിൽ സമർപ്പിക്കും. ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ ആരംഭം മുതൽ വളർച്ചയുടെ എല്ലാ മേഖലകളിലും ഈ പരിശുദ്ധ പിതാവിന്റെ പ്രാർത്ഥനയും സാന്നിധ്യവും വാക്കുകളും നിർദ്ദേശങ്ങളും സഹായങ്ങളും മറക്കാനാവാത്ത അനുഗ്രഹങ്ങളാണ്. ഭദ്രാസന ആസ്ഥാനത്തും ഭദ്രാസനത്തിലെ വിവിധ ദേവാലയങ്ങളിലും പരിശുദ്ധ പിതാവ് എഴുന്നള്ളി അനുഗ്രഹിച്ച് ആശീർവദിച്ചത് വിശ്വാസികളുടെ മനസ്സിൽ മായാത്ത മുദ്രയായി നിറഞ്ഞു നിൽക്കുന്നു. വ്യക്തിപരമായി പരിശുദ്ധ പിതാവ് ഞാൻ സേവനമനുഷ്ഠിച്ച എല്ലാ ദേവാലയങ്ങളും എഴുന്നള്ളി അനുഗ്രഹിച്ചതും പരിശുദ്ധ പിതാവിനോടൊപ്പം ഷാർജ സെന്റ് ഗ്രിഗോറിയോസ് ദേവാലയത്തിൽ ഒരാഴ്ച താമസിച്ചതും ഭാഷാ ശുശ്രൂഷയിൽ പങ്കുചേർന്നതും ജീവിതത്തിൽ മറക്കാനാവാത്ത മൃദുസ്നേഹ സ്മരണകളാണ്. ആ പിതാവിന്റെ മധ്യസ്ഥത യാചിച്ചുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ.
പൃഥുസ്നേഹസ്മരണയുടെ ഈ സമ്മേളനത്തിൽ അധ്യക്ഷപദം അലങ്കരിക്കുന്നത് നമ്മുടെ ഭദ്രാസന മെത്രാപ്പോലീത്തയും പരിശുദ്ധ പിതാവുമായി ഏറ്റവും അടുത്ത സ്നേഹബന്ധം പുലർത്തിയ ഡോക്ടർ എബ്രഹാം മാർ സറാഫിം തിരുമനസ്സാണ്. ഒരിക്കലും അഭിമന്യ തിരുമനസ്സിനെ വാക്കുകൾ കൊണ്ട് ഈ സ്മരണ ഒതുക്കുവാൻ സാധിക്കുകയില്ല. എങ്കിലും ഈ സമ്മേളനത്തിന് ചുക്കാൻ പിടിക്കുന്ന അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫിം തിരുമനസ്സിനെ സ്നേഹപൂർവ്വം ഭക്തി ആദരവുകളോടെ സ്വാഗതം ചെയ്യുന്നു. പൃഥുസ്നേഹസ്മരണയുടെ മുഖ്യ സന്ദേശം നൽകുന്നത് പ്രഭാഷകൻ, ഗവേഷകൻ, എഴുത്തുകാരൻ, അധ്യാപകൻ, തത്വചിന്തകൻ, കേരള PSC മുൻ ചെയർമാൻ, കാലടി ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലർ, വിവിധ യൂണിവേഴ്സിറ്റികളുടെ മാർഗനിർദ്ദേശകൻ, വിവിധ പ്രസ്ഥാനങ്ങളുടെയും സ്ഥാപനങ്ങളുടെയും ഉപദേശകൻ എന്നീ വിവിധ തലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ KS രാധാകൃഷ്ണൻ അവറുകളാണ്. പരിശുദ്ധ ബാബ തിരുമനസ്സുമായി വളരെ അടുത്ത സ്നേഹബന്ധം പുലർത്തിയിരുന്ന ബഹുമാനപ്പെട്ട ഡോക്ടർ KS രാധാകൃഷ്ണൻ എല്ലാ തലത്തിലും ഈ സമ്മേളനത്തിന് അനുയോജ്യനായ മാന്യ വ്യക്തിത്വമാണ്. സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, ആദരവോടെ ഹാർദവമായി ഈ സമ്മേളനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പൃഥുസ്നേഹസ്മരണ ഉണർത്തുവാൻ സീറോ മലബാർ കാതോലിക് സഭയുടെ ഹൈദരാബാദ് ശംഷാബാദ് രൂപയുടെ പിതാവ് മാർ റാഫേൽ തട്ടിൽ തിരുമനസ് നമ്മോടൊപ്പമുണ്ട്. ഒരു പ്രഭാഷകൻ നർമ്മസല്ലാപങ്ങളിലൂടെ ആഴമായ സന്ദേശം ജനഹൃദയങ്ങളിൽ പതിപ്പിക്കുവാൻ സാധിച്ചിട്ടുള്ള മാർ റാഫേൽ തട്ടിൽ പിതാവ് പരിശുദ്ധ ബാബ തിരുമേനിയുമായി അടുത്ത സ്നേഹബന്ധം പുലർത്തിയിട്ടുള്ള വ്യക്തിയാണ്. തീർച്ചയായും ധാരാളം സ്മരണകൾ തൃശ്ശൂർക്കാരനായി പിതാവിന് പങ്കുവയ്ക്കുവാനുണ്ടാവും. ആദരവോടെ മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ബാബ തിരുമേനിയുടെ ആത്മീക ജീവിത സ്മരണകൾ ഉണർത്തുവാൻ മർത്തോമാ സഭയുടെ ചെന്നൈ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ റെവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ നമ്മോടൊപ്പമുണ്ട്. ബാംഗ്ലൂർ മേഖലയിൽ നമ്മോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കുന്ന അഭിമന്യ പിതാവ് ബാംഗ്ലൂർ സന്ദർശന വേളയിൽ നമ്മുടെ ഭദ്രാസന ആസ്ഥാനത്ത് പലപ്പോഴും വരികയും സ്നേഹം പങ്കിടുകയും ചെയ്യാറുണ്ട്. ഈ സമ്മേളനത്തിലേക്ക് അഭിമന്യ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പയെ സ്നേഹപൂർവ്വം ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പരിശുദ്ധ ബാബ തിരുമനസ്സിന്റെ സ്നേഹഭാജനങ്ങളായ 2 ചിത്രശലഭങ്ങളാണ് മിസ് ഫാത്തിമ ബിസ്മിയും മാസ്റ്റർ MM അനുഗ്രഹം. അവരുടെ ഭവനങ്ങൾ സന്ദർശിക്കുകയും ദേവലോകം അരമനയിൽ ക്ഷണിച്ചവരെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്ത പരിശുദ്ധ പിതാവിനെ കുറിച്ച് ആ പിഞ്ചോമനകൾക്ക് ഒത്തിരി ഓർമ്മകൾ ഉണ്ടാകും. സ്നേഹത്തോടെ, വാത്സല്യത്തോടെ രണ്ടുപേരെയും ഈ സ്നേഹസ്മരണയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. വന്യ കോറപ്പിസ്കോപ്പമാർ, വന്യ വൈദിക സഹോദരങ്ങൾ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, വിവിധ മാധ്യമ പ്രവർത്തകർ, വിവിധ ആത്മീയ സംഘടനാ പ്രവർത്തകർ, ഇടവക ഭാരവാഹികൾ, ഇടവക ജനങ്ങൾ, വിവിധ മാധ്യമങ്ങളിലൂടെ ഇത് വീക്ഷിക്കുന്ന മാന്യ വ്യക്തിത്വങ്ങൾ എല്ലാവരെയും ഒറ്റവാക്കിൽ സ്വാഗതം ചെയ്യുന്നു. ഇതിന്റെ അണിയറയിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട വർഗീസ് PD ചാണ്ടി അച്ഛൻ, ബഹുമാനപ്പെട്ട സൈമൺ അച്ഛൻ, മിസ്റ്റർ റോണി വർഗീസ്, മിസ്റ്റർ അനീഷ് അലക്സ് വർഗീസ്, മിസ്റ്റർ അജിത് മാത്യു ജോർജ്, മിസ്റ്റർ ഗി വർഗീസ്, മിസ്റ്റർ വിമൽ ജോർജ്, എല്ലാവരോടുമുള്ള സ്നേഹം രേഖപ്പെടുത്തുന്നു. ജോൺ C. മാക്സ്വെൽ ഇപ്രകാരം ഓർമ്മിപ്പിക്കുന്നു: എ ലീഡർ ഈസ് വൺ ഹു നോസ് ദ വേ, ഗോസ് ദ വേ ആൻഡ് ഷോസ് ദ വേ. ആ പരിശുദ്ധ പിതാവിന്റെ ആത്മീയ വഴികളിലൂടെ നമുക്കും സഞ്ചരിക്കാം. പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. വ്യക്തി ആരെന്നറിയുവാൻ ആഗ്രഹിച്ച അങ്ങയുടെ താല്പര്യം ആ മനസ്സിൽ സാഹിത്യ ലോകത്തെ ഒരു പുസ്തകം പോലെ പരിശുദ്ധ പിതാവിനെ വായിക്കുവാൻ തോന്നി. മലങ്കര സഭയുടെ വിവിധങ്ങളായ പരിപാടികളിൽ കാലം ചെയ്ത പരിശുദ്ധ കാതോലിക്ക ബാബായോടൊപ്പം സംബന്ധിച്ച് ഒരു ശിഷ്യനെ പോലെ പിതാവിനെ ബഹുമാനിച്ച, അതിലുപരി ആ സ്നേഹത്തിന്റെ വലയത്തിൽ അമർന്നിരുന്ന ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ, മുൻ കേരള PSC ചെയർമാൻ, എക്സ് വൈസ് ചാൻസലർ സാൻസ്ക്രിറ്റ് സർവകലാശാല,
അങ്ങയുടെ സാന്നിധ്യം അറിവിന്റെ അക്ഷരഖനിയിൽ നിന്ന് ഏവർക്കും പരിശുദ്ധ പിതാവിനെ വരച്ചെടുത്ത് കാണിക്കുന്നത്, ശബ്ദത്തിലൂടെ കേൾക്കുന്നത് അന്തരംഗം കുളിർമയേർക്കൊള്ളൂ. മുഖ്യ പ്രഭാഷണത്തിനായി ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനെ ഭക്തിയാദരപൂർവം ക്ഷണിക്കുന്നു. സാറേ സൗണ്ട്, രാധാകൃഷ്ണൻ സാറേ സൗണ്ട്. ഇപ്പൊ കേൾക്കാമോ? യാ കറക്റ്റ്, ഓക്കെ. ഈ പിതൃസ്മരണയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ബഹുമാന്യനായ സറാഫിൻ തിരുമേനി, സന്തോഷച്ചൻ, മറ്റ് പരിശുദ്ധ തിരുമേനിമാരെ, റമ്പാച്ചന്മാരെ, അച്ഛന്മാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബാവ തിരുമേനിയെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് അദ്ദേഹത്തിൻ്റെ നിർമ്മലമായ ചിരിയാണ്. കാണുമ്പോഴൊക്കെ, ആരെ കാണുമ്പോഴും ചിര പരിചിതരെ പോലെ അവരെ സ്വീകരിച്ച് ചിരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ അപാരമായ കഴിവ് എന്നെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. ആ ചിരിയുടെ ഒരു പ്രത്യേകത, ആ ചിരിക്കിടയിൽ മതിലുകളില്ല എന്നുള്ളതാണ്. ആ ചിരിക്കിടയിൽ അതിർത്തികളില്ല. മതിലുകളും അതിർത്തികളും ഇല്ലാതെ ഒരു സുഹൃത്തുക്കളെ സ്വീകരിക്കാനും അവരോട് സംവദിക്കാനും അദ്ദേഹം എന്നും ഔത്സുക്യം കാണിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ ഭാഷയ്ക്കും സവിശേഷതയുണ്ട്. യേശുദേവൻ പറഞ്ഞൊരു കാര്യം, നിന്റെ ഭാഷകൾ ഉവ്വ് ഉവ്വ് എന്നും ഇല്ല ഇല്ല എന്നുമാകട്ടെ, അതിൽ കൂടുതലുള്ളത് ദുഷ്ടനിൽ നിന്ന് വരുന്നു എന്നാണ്. പരിശുദ്ധ തിരുമേനിക്ക് ഇക്കാര്യം നല്ല നിശ്ചയമുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഭാഷ സുവ്യക്തമാണ്, സുലളിതമാണ്. അതിൽ നമുക്ക് സന്ദേഹങ്ങൾക്ക് സ്ഥാനമില്ലാത്ത വിധം കാര്യങ്ങൾ വ്യക്തമായി പറയാൻ തിരുമേനിക്ക് കഴിഞ്ഞിരുന്നു. ഭാഷ ഒരു മനുഷ്യൻ തന്നെയാണ്. ഒരു മനുഷ്യൻ്റെ ആന്തരിക ഭാവത്തെ നമുക്ക് മുന്നിൽ വെളിവാക്കുന്നത് എപ്പോഴും ഭാഷയിലൂടെയാണ്. ലോകസ്ഥാപനം മുതൽ നിഗൂഢമായത് വെളിവാക്കുന്നതിന് വേണ്ടി അവൻ ഉപമയിലൂടെ വാ തുറന്നു എന്ന ബൈബിൾ വാക്യം നമുക്കെല്ലാവർക്കും സുപരിചിതമാണ്. അത് ഭാഷയുടെ ലക്ഷ്യം വിശദമാക്കുന്നുണ്ട്. എന്താണ് ഭാഷയുടെ ലക്ഷ്യം? നിഗൂഢമാക്കപ്പെട്ടതിനൊക്കെ വെളിവാക്കുക എന്നുള്ളതാണ്. തിരുമേനി ഈ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റെ മുന്നിൽ നിഗൂഢമാക്കപ്പെട്ടിരുന്നതിനെ മുഴുവൻ വെളിവാക്കിക്കൊണ്ട് ഇതാണ് സത്യം എന്ന് പറയാൻ തിരുമേനി എപ്പോഴും പരിശ്രമിച്ചിരുന്നു എന്നുള്ള കാര്യം സുവ്യക്തമാണ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഭാഷയുടെ പ്രത്യേകത. അദ്ദേഹം നമ്മോട് പറയുമ്പോഴുള്ള ബാക്കി സവിശേഷത എല്ലാം അതാണ്. അദ്ദേഹം നമ്മോട് സംസാരിക്കുമ്പോൾ അകലം തോന്നാതെ വളരെ അടുപ്പത്തോടു കൂടിയിരുന്ന് സംസാരിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ ബാവ തിരുമേനിയെ കാണുന്നതും സംസാരിക്കുന്നതും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യമായി. അദ്ദേഹത്തോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഭാഷയുടെ ഈ സവിശേഷത ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. സാധാരണഗതിയിൽ ഒരു ആത്മീയ ആചാര്യ പദവിയിലിരിക്കുന്ന ഒരാളോട് സംസാരിക്കുമ്പോൾ ആ ഭാഷയിൽ കൊണ്ടാകുന്ന ഒരു സവിശേഷതയല്ല ബാവ തിരുമേനിയുമായി സംസാരിക്കുമ്പോൾ തോന്നുന്നത്. വളരെ തുറന്ന മനസ്സോടുകൂടി തൻ്റെ ഹൃദയത്തിലുള്ള മുഴുവൻ കാര്യങ്ങളെയും കേൾവിക്കാർക്ക് മറയില്ലാതെ മനസ്സിലാക്കണം എന്ന ലക്ഷ്യത്തോടു കൂടി അത് വിശദമാക്കാൻ തിരുമേനിക്ക് കഴിയുമായിരുന്നു. അങ്ങനെ കഴിയണം എന്നുണ്ടെങ്കിൽ ജീവിതം സത്യസന്ധമായിരിക്കണം എന്നുള്ളതാണ്. ഞാൻ ഇപ്പോഴും തിരുമേനിയുടെ പ്രസംഗം കേൾക്കുകയായിരുന്നു. നമുക്ക് ഭയപ്പെടാനില്ല എന്ന് തിരുമേനി പറയുന്നത് ഭയപ്പെടാനില്ലാഞ്ഞിട്ട് തന്നെയാണ്. ആ ഭയപ്പെടാതെ ഇരിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ അടിയുറച്ച വിശ്വാസം തിരുമേനിക്ക് ഉണ്ടായിരുന്നു. സഭയുമായി ബന്ധപ്പെട്ട
പല സന്ദർഭങ്ങളിലും സംഘർഷഭരിതമായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിലൂടെ അദ്ദേഹവും സഭയും കടന്നു പോകുമ്പോഴൊക്കെ തിരുമേനിയുമായി സംസാരിക്കാനുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അപ്പോഴും അദ്ദേഹത്തിന് അടിയുറച്ച ശുഭാപ്തി വിശ്വാസം ഉണ്ടായിരുന്നു. അതെന്താ പറഞ്ഞിരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാല്, ഇത് രാധാകൃഷ്ണ കുഴപ്പമൊന്നുമില്ല, കാരണം ഇത് നമ്മൾ സത്യത്തിന് വേണ്ടി നിൽക്കുന്നവരാണ്. ആ സത്യം നമ്മുടെ ഭാഗത്തായതുകൊണ്ട് എനിക്ക് യാതൊരു ഭയവുമില്ല എന്ന് തിരുമേനി എൻ്റെ അടുത്ത് പറയുമായിരുന്നു. ആ സത്യസന്ധമായ ജീവിതം നയിക്കുന്നത് കൊണ്ടുള്ള ആർജവം, ആ ആർജവമാണ് അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ നിർമ്മലമായ ചിരി എന്ന് ഞാൻ വിശേഷിപ്പിച്ച ചിരിയായി പടർന്ന് നമ്മുടെ മനസ്സിലേക്കും നമ്മിലേക്കും വരുന്നത്. ആ ഭാഷ സുലളിതമാകാനും സ്നിഗ്ധമാകാനും സുതാര്യമാകാനുമുള്ള കാരണം അതുതന്നെയാണ്. ആ ഭാഷ നേരെ നമ്മുടെ ഹൃദയത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തിരുമേനിയുമായി ഒരിക്കൽ പരിചയപ്പെട്ട ഒരാൾക്ക് ആ തിരുമേനിയെ മറക്കാൻ കഴിയില്ല. തിരുമേനിയുമായി വിയോജിക്കുന്നവരുണ്ട്, പക്ഷെ വിയോജിക്കുന്നവർക്കും തിരുമേനി പറഞ്ഞ ഒരു കാര്യം മനസ്സിലായില്ല എന്നൊരു പരാതി ഉണ്ടാകില്ല. നിങ്ങൾക്കൊരാളോട് വിയോജിക്കാൻ കഴിയണമെങ്കിൽ പോലും അദ്ദേഹം പറയുന്നത് എന്ത് എന്ന് മനസ്സിലാകണം. ആ പറയുന്നത് എന്ത് എന്ന് മനസ്സിലാകണം എന്നുണ്ടെങ്കിൽ താൻ ഭാഷ കൊണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നത്, തന്നെ വെളിവാക്കാൻ വേണ്ടി താൻ ഭാഷയെ ഉപാധിയാക്കുന്നു എന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഈ സത്യസന്ധമായ ജീവിതം വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സത്യം നമ്മെ സ്വതന്ത്രമാക്കും എന്ന് പറഞ്ഞാല് ഭയത്തിൽ നിന്ന് സത്യമാണ് നമ്മളെ വിമുക്തമാക്കുന്നത് എന്നുകൂടി അതിനർത്ഥമുണ്ട്. ഒരാൾ എപ്പോഴാണോ ഭയക്കുന്ന ഒരാൾക്കും സത്യം പറയാൻ സാധ്യമല്ല. ഭയം നമ്മെ മനസ്സിനെ കീഴ്പ്പെടുത്തി കഴിഞ്ഞാൽ നമുക്ക് സത്യസന്ധരായി ജീവിക്കാൻ പിന്നെ സാധ്യമല്ല. പിന്നെ നമ്മൾ എപ്പോഴും മറച്ചു വെച്ചായിരിക്കും നാം ഓരോ നിമിഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഭയരഹിതമായ ജീവിതം നയിക്കണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ സത്യസന്ധരായിരിക്കണം. ആ സത്യമാണ് നമ്മെ സ്വതന്ത്രമാക്കുന്നത് എന്ന ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം. സത്യം നമ്മെ സ്വതന്ത്രമാക്കും എന്ന ബൈബിൾ വാക്യത്തിലുള്ള അഗാധമായ ജ്ഞാനം, അതിലുള്ള ബോധ്യം, അതിലുള്ള വിശ്വാസം, അത് തിരുമേനിയെ സത്യസന്ധമായി ജീവിക്കാനുള്ള പ്രേരണയായി ഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ ഓർക്കുന്നു. തിരുമേനിയെ ഞാൻ അവസാനമായി കാണുന്നത് അദ്ദേഹം പരിമല ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുമ്പോഴാണ്. ചികിത്സയിൽ കഴിയുന്ന സന്ദർഭത്തിൽ ഞാൻ അവിടെ ചെന്നു. ആ സന്ദർഭത്തിൽ പോയിട്ടും ഏതാണ്ട് ഒരു 1.5 മണിക്കൂർ ഞങ്ങളിരുന്ന് സവിസ്തരം സംസാരിച്ചു. അപ്പൊ ഞാൻ തിരുമേനിയോട് ചോദിച്ചു, അന്ന് ഈ എല്ലാവരും ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്തേക്കൊക്കെ പോകുന്ന ഒരു സന്ദർഭമായിരുന്നു. അപ്പൊ തിരുമേനി പറഞ്ഞു, രോഗം ഇതാണ്, രോഗത്തിന്റെ ഗൗരവം എനിക്കറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു, തിരുമേനി എന്നാ അത് അമേരിക്കയിലോ എവിടെയെങ്കിലും പോയിട്ട് ചികിത്സിക്കുന്നതല്ലേ അതിന്റെ ശരി എന്ന് ചോദിച്ചപ്പോൾ തിരുമേനി പറഞ്ഞത്, ഈ പരിമല ആശുപത്രിയിൽ കിട്ടുന്ന ചികിത്സ തന്നെ ലോകത്ത് എവിടെ പോയാലും കിട്ടാനുള്ളൂ. ഈ ആശുപത്രിയിലെ ചികിത്സയിൽ ഞാൻ സമ്പൂർണ്ണ സംതൃപ്തനാണ് എന്നാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലോകത്തെവിടെയും ഏത് പ്രദേശത്തും അവിടെ പോയി അവിടെ നിന്ന് ലഭ്യമാകാവുന്ന ഏത് ചികിത്സയും തനിക്ക് ലഭ്യമാക്കാനുള്ള എല്ലാ അവസരവും ഉണ്ടായപ്പോഴാണ് തനിക്കിത് മതി എന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി തിരുമേനി ആ തീരുമാനത്തിൽ തിരുമേനി ഉറച്ചു നിന്നത് എന്നുള്ള കാര്യം അല്പ അത്ഭുതത്തോടു കൂടി മാത്രമേ നോക്കാൻ കഴിയൂ. എന്നിട്ട് അദ്ദേഹം ഒരു 2 മിനിറ്റ് മൗനമായിരുന്നിട്ട് പറഞ്ഞു, ഈ ശരീരമല്ലേ, ഇത് നമുക്ക് എത്ര കാലം സൂക്ഷിക്കാൻ പറ്റും? എന്തായാലും ഒരു ദിവസം ഈ ശരീരം ഇല്ലാതെ ആയേ പറ്റൂ. അപ്പൊ ജീവിക്കുന്നിടത്തോളം കാലം സത്യസന്ധമായും നമ്മുടെ ജീവിതം കൊണ്ട് അന്യ ജീവിതങ്ങൾക്ക് ഉപകാരപ്രദമായും ജീവിക്കുക എന്നതാണ് തൻ്റെ ജീവിത ദൗത്യം എന്ന് തിരുമേനി ആ സന്ദർഭത്തിൽ പറഞ്ഞതായിട്ട് ഞാൻ ഇപ്പോൾ ഓർക്കുന്നു. അതിനുശേഷം പിന്നെ തിരുമേനിയെ ഞാൻ നേരിൽ കണ്ടിട്ടില്ല. പിന്നെ തിരുമേനിയുടെ ഭൗതിക ശരീരത്തിൽ അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ദേവലോകത്ത് ചെന്നപ്പോഴാണ് കണ്ടത്. സാധാരണ ഈ കോവിഡ് വന്നതിന് ശേഷം ഞാൻ ഇത്തരം ചടങ്ങുകൾക്കൊന്നും തന്നെ പോകാറില്ല. കാരണം അവിടെയൊക്കെ ഈ കോവിഡ് പാൻഡമിക് പ്രോട്ടോകോളൊക്കെ ഉണ്ട്. ഇനി അതെങ്ങാൻ ലംഘിക്കപ്പെട്ടു എന്നൊക്കെ ഒരു തോന്നലുണ്ടാക്കണ്ട, ഇനി അങ്ങനെ ഞാൻ പോയി ലംഘിച്ചു എന്ന് വിശേഷിച്ചു ഉണ്ടാക്കണ്ട എന്നൊരു ലക്ഷ്യത്തോടു കൂടി ജീവിക്കുന്നതുകൊണ്ട് ഞാൻ സാധാരണ ഇപ്പൊ അത്തരം ചടങ്ങുകൾക്കൊന്നും പോകാറില്ല.
പക്ഷെ തിരുമേനിയെ എനിക്ക് ഒരു നോക്ക് അവസാനമായി കാണാതിരിക്കാൻ സാധ്യമല്ല. അതെന്തുകൊണ്ടാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഹൃദ്യമായ സൗഹൃദം തിരുമേനി സൂക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് എന്നെ പോലുള്ള ഒരാളോടും. അതുകൊണ്ട് തന്നെ തിരുമേനി ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് നോ എന്ന് പറയാൻ എനിക്ക് കഴിയുമായിരുന്നില്ല. അതിൻ്റെ അർത്ഥം എനിക്ക് നോ എന്ന് പറയാൻ കഴിയാവുന്ന ഒരു കാര്യം തിരുമേനി എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല എന്നതുകൂടിയാണ്. അതാണ് ആ സൗഹൃദത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെയും മഹിമ വരുന്നത്. നമുക്ക് പരിചയമുള്ളൊരു മനുഷ്യൻ നമ്മോടൊരു കാര്യം ആവശ്യപ്പെടുമ്പോൾ അത് നമുക്ക് ചെയ്യാൻ കഴിയാത്തതായി തീരാതിരിക്കത്തക്ക വിധത്തിലുള്ള കരുതൽ തിരുമേനിയുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ടാണ് എനിക്ക് നോ എന്ന് പറയാൻ കഴിയാവുന്ന ഒരു കാര്യം, അല്ലെങ്കിൽ നോ എന്ന് ഞാൻ പറയേണ്ട ഒരു കാര്യം തിരുമേനി എന്നോട് ഒരിക്കൽ പോലും ആവശ്യപ്പെടാതിരുന്നത്. അതൊക്കെ ആ ജീവിതത്തിൻ്റെ മഹത്വത്തെയാണ് കാണിക്കുന്നത്. അത് എപ്പോഴും ഒരു വളരെ സംഘർഷാത്മകമായി കടന്നു പോകുമ്പോഴും പ്രസാദാത്മകമായി ഇരിക്കാൻ കഴിയുന്നത് ഈ അടിയുറച്ച ആത്മീയ ബോധമുള്ളത് കൊണ്ടാണ്. ആ അടിയുറച്ച ആത്മീയ ബോധമാണ് അദ്ദേഹത്തിൻ്റെ ധൈര്യത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ സ്ഥൈര്യത്തിൻ്റെയും അടിസ്ഥാനം എന്നാണ് ഞാൻ കരുതുന്നത്. അതുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ തിരുമേനിയെ അദ്ദേഹവുമായി പരിചയപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും തന്നെ മധുര സ്മരണകളോട് മാത്രമേ ഓർക്കാൻ കഴിയൂ. നാം ഒരാളോട് യോജിക്കുമ്പോഴും വിയോജിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ സ്വഭാവത്തിൻ്റെ മഹത്വം വെളിവാകുന്നുണ്ടെങ്കിൽ ആ മഹത്വം തന്നെയാണ് ഒരുവന്റെ ഏറ്റവും വലിയ സംഭാവന എന്നുള്ള കാര്യം കാലക്രമേണ എല്ലാവർക്കും അംഗീകരിക്കേണ്ടി വരും എന്നാണ് തിരുമേനിയുടെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഇന്ന് അദ്ദേഹം നമ്മോടൊപ്പമില്ല, പക്ഷെ അദ്ദേഹത്തിൻ്റെ കർമ്മ സഞ്ചയം മുഴുവൻ നമുക്ക് വേണ്ടി, അതിൻ്റെ സൗരഭ്യം മുഴുവൻ, ആ ആത്മീയ തേജസ്സിൻ്റെ സൗരഭ്യം മുഴുവൻ നമുക്കായി സമർപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത്. അദ്ദേഹത്തിൻ്റെ ആത്മാവ് നിത്യശാന്തിയിൽ അഭിരമിക്കട്ടെ. ആ നിത്യശാന്തമായ ജീവിതം അദ്ദേഹം മറ്റൊരു ലോകത്ത് നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി അനുഗ്രഹമായി വർഷിക്കട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് എന്നെ ഇതിന് ക്ഷണിച്ച ഇതിൻ്റെ സംഘാടകർക്ക് നന്ദി പറഞ്ഞുകൊണ്ടും ഞാൻ എൻ്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി പറയട്ടെ. ഭാരതത്തിലെ ഒരു തനത് സഭ, അത് വലിയൊരു പാരമ്പര്യമാണ്. ഭാരത സംസ്കാരത്തിൻ്റെ കൂടി ഒരു പാരമ്പര്യമാണ്. ലോകത്തിൻ്റെ ഏത് ഭാഗത്ത് വെളിച്ചത്തിൻ്റെ സന്ദേശം എത്തിയാലും ആ വെളിച്ചത്തിൻ്റെ സന്ദേശം സ്വീകരിക്കാനുള്ള ഭാരതീയ സംസ്കാരത്തിൻ്റെ ആർജവം കാത്തു സൂക്ഷിക്കുന്ന മലങ്കര ഓർത്തഡോക്സ് സഭയുടെ അധ്യക്ഷനായിരുന്ന തിരുമേനിക്ക് ഞാൻ എൻ്റെ സ്മരണാഞ്ജലി അർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. സത്യസന്ധതയുടെ ഭയമില്ലാത്ത തുറന്ന മനസ്സിൻ്റെ ഉടമയായിരുന്നു പരിശുദ്ധ പിതാവ്. ധന്യമായ വാക്കുകളിലൂടെ പരിശുദ്ധ പിതാവിനെ വരച്ചു കാട്ടിയ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിനോടുള്ള നന്ദി അറിയിക്കുന്നു. സഹോദരീ സഭകളോടുള്ള കാലം ചെയ്ത പരിശുദ്ധ പിതാവിൻ്റെ നിലപാടുകൾ എക്കാലവും പ്രകീർത്തിക്കപ്പെടേണ്ടതാണ്. ക്രിസ്തുവിൻ്റെ വഴികളെ കണ്ടറിഞ്ഞ കരുണയുടെ രൂപമാണ് മാർ റാഫേൽ തട്ടിൽ. സമൂഹത്തിൻ്റെ നീതിയുടെ മുഖം അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ കണ്ടറിഞ്ഞവരാണ് നാം ഏവരും. സീറോ മലബാർ ചർച്ച് ശംഷാദാബാദ് ഭദ്രാസനാധിപൻ മാർ റാഫേൽ തട്ടിലിനെ അനുസ്മരണ വാക്കുകൾക്കായി ക്ഷണിക്കുന്നു. ഏറെ പ്രിയങ്കരനായിട്ടുള്ള എബ്രഹാം മാർ സെറാഫിൻ തിരുമേനി, പ്രിയങ്കരനായിട്ടുള്ള KS രാധാകൃഷ്ണൻ സാറ്, മാത്യൂസ് മാർ മക്കാരിയോസ് തിരുമേനി, പ്രിയങ്കരായിട്ടുള്ള ഫാത്തിമ അനുഗ്രഹ് രണ്ടുപേരും ഉണ്ട് അവിടെ, സ്നേഹമുള്ള റമ്പാച്ചന്മാർ, കോറപ്പിസ്മാര്, സ്നേഹമുള്ള സഹോദര വൈദികരെ, വാത്സല്യമുള്ള പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ, എബ്രഹാം മാർ സെറാഫിൻ തിരുമേനിയോട് എൻ്റെ വ്യക്തിപരമായിട്ടുള്ളൊരു കടപ്പാട് ഞാൻ അറിയിക്കുന്നു. ഇങ്ങനൊരു സന്ദർഭത്തിൽ എന്നെ ഓർത്തതിനും പരിശുദ്ധ പിതാവിനെ കുറിച്ച് സംസാരിക്കാൻ അവസരം നൽകിയതിനും ഒരുപാട് നന്ദിയുണ്ട്.
ഒരുപക്ഷെ എനിക്ക് അദ്ദേഹവുമായിട്ടുള്ള ബന്ധം 3 വിധത്തിലാണ്. ഒന്ന്, അദ്ദേഹം തൃശ്ശൂർക്കാരനാണ്. ഞാൻ തൃശ്ശൂർക്കാരനാണെങ്കിലും ഞങ്ങൾ കത്തോലിക്കർ എപ്പോഴും പാലിയൂര് പാലിയൂര് പാലിയൂർ എന്നാണ് പറയുക. തോമസ് ലീ വന്ന സ്ഥലം. ഒരിക്കലേ പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദിദിയൻ ഭാവ തിരുമേനി എന്നോട് പറഞ്ഞു മനസ്സിലാക്കി, ആർത്താറ്റ് ഒരുപക്ഷെ പാലിയൂരിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. അറിയാവുന്നതുപോലെ കുന്നംകുളം ആർത്താറ്റ് ഭദ്രാസനം. അതെനിക്കൊരു പുതിയ അറിവായിരുന്നു. ഒരുപക്ഷെ വന്യ തിരുമേനിയുടെ തോമസ് ലീഹായോടുള്ള പൈതൃകത്തോടുള്ള അഭിമാനവും അടുപ്പവും അദ്ദേഹത്തിൻ്റെ സഭാശാസ്ത്രത്തിൽ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹം പാലിയൂരിലെ അല്ലെങ്കിൽ ആർത്താറ്റെ മാർത്തോമാസ് ലീഹായുടെ പൈതൃകം തൊട്ടേറ്റു വാങ്ങിയ ഒരു കുടുംബത്തിൽ നിന്ന് പുറത്ത് ജനിച്ചു വന്ന ആളാണ്. അതുകൊണ്ട് തന്നെ തോമസ് ലീഹായോടുള്ള പൈതൃകത്തോടുള്ള അനിതര സാധാരണമായിട്ടുള്ള ഒരു അടുപ്പവും ഇഷ്ടവും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ വളരെ സുവ്യക്തമാണ്. അദ്ദേഹം അത് പ്രസംഗങ്ങളിലൊക്കെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നോട് എപ്പോഴും പറയാറുണ്ട്, പാലയൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ആർത്താറ്റ് മറന്നു പോകരുത്. അതൊരു സംസ്കാരമാണ്, അതൊരു തൊമായി ട്രഡീഷനാണ്. എനിക്കതൊരു പുതിയ അറിവാണ്. ഞാൻ തിരുമേനിയുമായിട്ടുള്ള 2ാമത്തെ അടുപ്പം സെന്റ് തോമസ് കോളേജുമായിട്ടുള്ള അടുപ്പമാണ്. ഞാനും സെന്റ് തോമസിന്റെ ഒരു അലൂമിനിയാണ്, അദ്ദേഹവും സെന്റ് തോമസിന്റെ അലൂമിനിയാണ്. അദ്ദേഹം ബാവ തിരുമേനി ആയപ്പോഴേ ഞങ്ങൾ വിളിച്ചപ്പോൾ സന്തോഷത്തോടെ വന്നതും ഏറെ നേരെ സൗഹൃദം പങ്കിട്ടതൊക്കെ ഒരുപാട് വികാരവായ്പോടുകൂടെ ഓർക്കുന്നു. സെന്റ് തോമസ് കോളേജിനെ സത്യത്തിലെ മാതൃതുല്യം സ്നേഹിച്ചിരുന്ന അദ്ദേഹത്തോട് ഒരുപാട് കടപ്പാടുണ്ട്. 100 കൊല്ലങ്ങൾ പഴക്കമുള്ള EMSനെയും അച്യുതമേനോനെയും ഒക്കെ വാർത്തെടുത്ത കോളേജിലെ സിറോ മലങ്കര സഭയ്ക്ക്, ഓർത്തഡോക്സ് സഭയ്ക്ക് ഒരു പുണ്യപിതാവിനെ സമ്മാനിക്കാൻ സെന്റ് തോമസിന് കഴിഞ്ഞു എന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. 3ാമതായിട്ട് അദ്ദേഹം ആർത്താറ്റ് കുന്നംകുളം ഭദ്രാസനത്തിന്റെ മെത്രാപ്പൊലിത്തി ആയിരിക്കുമ്പോൾ തൃശ്ശൂർക്കാരൻ എന്ന നിലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇടപെട്ടിട്ടുണ്ട്. അന്നൊക്കെ അദ്ദേഹം കാണിക്കുന്ന ഒരു മാന്യത, അദ്ദേഹം കാണിക്കുന്ന ഒരു സത്യസന്ധത, അദ്ദേഹം കാണിക്കുന്ന ഒരു പരോത്മകത വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്തതാണ്. അദ്ദേഹം മരിച്ചു എന്ന് കേട്ടപ്പോൾ എൻ്റെ മനസ്സിൽ ഭയങ്കരമായിട്ടുള്ള വികാരവായ്പ തോന്നിയായിരുന്നു. എൻ്റെ സ്വന്തം വീട്ടിലെ എൻ്റെ സ്വന്തം ഒരു ജ്യേഷ്ഠ സഹോദരൻ, എൻ്റെ ഒരു ചാച്ചൻ കടന്നുപോയ ഒരു ഫീലിംഗ് ആണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അദ്ദേഹം കടന്നുപോയപ്പോഴും ഹൈദരാബാദിലെ പള്ളിയുടെ ഗോൾഡൻ ജൂബിലിക്ക് വന്നപ്പോൾ ഞാൻ ഞായറാഴ്ച ആയതുകൊണ്ട് അല്പം വൈകി വന്ന് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ കടന്നു വന്നത്. അദ്ദേഹം ഉടനെ തന്നെ നിർത്തി എന്നെ ഗ്രീറ്റ് ചെയ്തു. ഞാൻ ശേഷം പറഞ്ഞു, തിരുമേനി അതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഞാൻ സൈഡിൽ കൂടെ വന്നതാ. അപ്പൊ പിതാവ് അവരോട് പറഞ്ഞു എന്നെ നടുവേ കൂടെ തന്നെ കൊണ്ടുവരണമെന്ന്. അദ്ദേഹത്തിന് മറ്റു സഭകളോടും മറ്റു വ്യക്തിത്വങ്ങളോടും ഒക്കെയുള്ള അനിതര സാധാരണമായിട്ടുള്ള അടുപ്പം. ഞാൻ നിർത്തുന്നതിന് മുൻപ് 3 കൊച്ചു കാര്യങ്ങൾ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ഈ കാലഘട്ടത്തിലെ വിളമ്പിയ ഏറ്റവും മേൽത്തരം വീഞ്ഞാണ് ബസേലിയോസ് മാർത്തോമ പൗലോസ് ദിദിയൻ തിരുമേനി. കാനായിലെ കല്യാണ വിരുന്നിലെ കലവറപ്രമാണി ചോദിച്ചു, ഈ മേൽത്തരം വീഞ്ഞ് എവിടെ നിന്ന്? മലങ്കര സഭയിലെ ഓർത്തഡോക്സ് സഭയിലെ ഈ അടുത്ത കാലത്ത് വിളമ്പിയ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള മേൽത്തരം വീഞ്ഞ്, അത് എല്ലാം കൊണ്ടും എല്ലാ അർത്ഥത്തിലും ആധ്യാത്മികത കൊണ്ടും മാനുഷികത കൊണ്ടും പരോത്മകത കൊണ്ടും ഒക്കെ തന്നെ. 2ാമത് അദ്ദേഹത്തെ കുറിച്ച് എനിക്ക് പറയാൻ ആഗ്രഹമുള്ളത്, യോഹന്നാന്റെ സുവിശേഷത്തിലെ 12ാമത്തെ അധ്യായത്തിലെ മറിയം കർത്താവിന്റെ കാൽപാദങ്ങളിൽ പൊട്ടിച്ചൊഴിച്ച പരിമള തൈലം. അദ്ദേഹം ഒരുപാട് സഹിച്ചിട്ടുണ്ട്, ഒരുപാട് തകർക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ തൈലക്കുപ്പിയുടെ പരിമളം, അത് വില കൂടിയ തൈലക്കുപ്പിയായിരുന്നു. അത് ഭവനം മുഴുവൻ പരിമളം പരത്തിയ തൈലക്കുപ്പിയായിരുന്നു. എനിക്ക് ഒരുപാട് അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ്, അദ്ദേഹം പൊട്ടിച്ചൊഴിക്കപ്പെട്ട ഒരു തൈലക്കുപ്പിയാണ്.
അത് കോർക്ക് തുറന്നൊഴിച്ചതല്ല, തകർക്കപ്പെട്ട് ഒഴിക്കപ്പെട്ടതാണ്. കാരണം അത് വില കൂടിയതാണ്. 300 ദനാറയ്ക്ക് വിൽക്കാമെന്നാണ് യൂദാസ് പറഞ്ഞത്. പക്ഷെ അത് വില കൂടിയ തൈലക്കുപ്പി. ആ വില കൂടിയത് എന്ന വാക്കിന്റെ പിറകിലെ ഒരുപാട് വികാരങ്ങളുണ്ട്. ആ വില കൂടിയത്, ദ ക്വാളിറ്റി, ആ ക്വാളിറ്റി അത് മനോഹരമായിട്ടുള്ള മൂല്യങ്ങളുടെ ഒരു ക്വാളിറ്റി ആയിരുന്നു. അവസാനം ആ തൈലക്കുപ്പി പരിമളം പരത്തി എന്ന് പറയുന്നത് സത്യമാണ്. അവസാനമായിട്ട് എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. ജെറമ്യായുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ വചനം ഇപ്രകാരമാണ്: ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമായിട്ട് എൻ്റെ ഹൃദയം കടം കൊടുത്ത ഇടയന്മാരെ ഞാൻ നിങ്ങൾക്ക് നൽകും. ഒരുപക്ഷെ ജെറമ്യ ആ വചനം എഴുതിയത് ഇസ്രായേൽ മക്കൾ കടന്നുപോയ ഒരു ദുരന്തപൂർണമായിട്ടുള്ള സന്ദർഭത്തിലാണ്. അവര് കഷ്ടപ്പാടുകളുടെ നടുവിലെ, അവരെ വിമർശനങ്ങളുടെ നടുവിലൊക്കെ കടന്നുപോയൊരു കാലഘട്ടത്തിലാണ് ജെറമ്യായിലൂടെ കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നതിന് ഒരു ഉറപ്പ് തരുന്നു, എൻ്റെ ഹൃദയം കടം കൊടുത്ത ഇടയനെ ഞാൻ നിങ്ങൾക്ക് നൽകും. ഐ വിൽ ഗിവ് യു എ ഷെപ്പേർഡ് ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. സത്യം പറഞ്ഞ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ ഹൃദയം, ഈശോയുടെ ഹൃദയം കടം കൊടുത്ത ഇടയനാണ് അദ്ദേഹം. ഞാൻ നിർത്തുകയാണ്. ഒരുപാട് നന്മ നിറഞ്ഞ അദ്ദേഹത്തിൻ്റെ വേർപാട് സ്വർഗത്തിലെ നമുക്ക് മാധ്യസ്ഥമാണ്. നമുക്കറിയാം, നമ്മുടെ പാരമ്പര്യങ്ങൾ അനുസരിച്ച് നമ്മുടെ പിതാക്കന്മാർ കടന്നു പോകുമ്പോൾ പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയല്ല, അവരുടെ പ്രാർത്ഥനകൾ യാചിക്കുകയാണ്. ഒരുപക്ഷെ നമുക്കെല്ലാവർക്കും വേണ്ടി അദ്ദേഹം സ്വർഗത്തിൽ മധ്യസ്ഥനാകട്ടെ. അദ്ദേഹത്തിന്റെ പാവന സ്മരണയ്ക്ക് മുൻപിലെ സിറോ മലബാർ സഭയുടെ നാമത്തിലെ, ഹൈദരാബാദ് ശംഷാബാദ് ബദ്രാസിന്റെ നാമത്തിലെ നിങ്ങളോടുള്ള ഞങ്ങളുടെ മനസ്സിന്റെ അടുപ്പവും അഗാധമായിട്ടുള്ള അനുശോചനവും ഞാൻ അറിയിക്കുന്നു. അദ്ദേഹത്തിന്റെ പുണ്യസ്മരണ സ്വർഗത്തിൽ നമുക്ക് മാധ്യസ്ഥമാകട്ടെ എന്ന് വന്യപിതാവിന്റെ തൃപ്പാദങ്ങൾ തൊട്ട് നമസ്കരിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഓരോ ദീപവും വരും തലമുറയ്ക്കുള്ള പ്രതീക്ഷയാണ്. അത് അണിയുകയല്ല, തലമുറയ്ക്കായി കൈമാറുകയാണ്. മാർ റാഫേൽ തട്ടിൽ പിതാവിനോടുള്ള നന്ദി അറിയിക്കുന്നു. ആത്മീക അറിവ് തേടി സെമിനാരി വിദ്യാർത്ഥികളിൽ ഇടം പിടിച്ച് ഇന്ന് ഇടയനായി ബാംഗ്ലൂർ, ചെന്നൈ ഭദ്രാസനാധിപനായിരിക്കുന്ന റൈറ്റ് റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ, ഗ്രന്ഥകാരൻ, അധ്യാപകൻ, പുതിയ നിയമ പണ്ഡിതൻ, അതുപോലെ ജീവിതത്തിലെ വഴികളെ വാക്കുകളിലൂടെ പ്രവൃത്തികളിലൂടെ കാണിച്ചു തരുന്ന അങ്ങ് പരിശുദ്ധ കാതോലിക്ക ബാബായുടെ സ്നേഹനിധിയായ സുഹൃത്താണ്. അങ്ങയുടെ വാക്കുകൾ മലങ്കര സഭ പുളകിതമാകട്ടെ. അനുസ്മരണ വാക്കുകൾക്കായി റൈറ്റ് റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പായെ ഭക്തിയാദരവുകളോട് ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തുതി. എനിക്ക് ഏറ്റവും പ്രിയങ്കരനായ അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സറാഫീം തിരുമേനി, ബിഷപ്പ് റാഫേൽ തട്ടിൽ തിരുമേനി, ഡോക്ടർ KS രാധാകൃഷ്ണൻ, മറ്റ് വിശിഷ്ട അതിഥികൾ, വന്യ വൈദിക ശ്രേഷ്ഠർ, പ്രിയ ദൈവജനമേ, ഏവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബ തിരുമേനിയുടെ വേർപാട് ഓർത്തഡോക്സ് സഭയ്ക്ക് മാത്രമല്ല, ഭാരത ക്രൈസ്തവ സഭയ്ക്ക് തന്നെ തീരാ നഷ്ടമാണ് ഉളവാക്കിയത്. ഓർമ്മകൾ നമ്മെ മുൻപോട്ട് നയിക്കുന്ന ചാലക ശക്തിയാണ്. മെമ്മറി ഓൾവേസ് ഇൻസ്പയർസ് us to move forward. ഈ പിതൃസ്നേഹ സ്മരണയിൽ അഭിമന്യ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാബായുടെ ജീവിതത്തെയും ശുശ്രൂഷകളെയും നാം നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്.
എന്നെ ഇതിനുവേണ്ടി ക്ഷണിച്ച അഭിമന്യ സർഫൻ തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും, ബാംഗ്ലൂർ ഭദ്രാസനത്തോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ഞാൻ ചെന്നൈയിൽ വരുന്നതിന് മുൻപ് കോട്ടയം കൊച്ചി ഭദ്രാസനത്തിന്റെ ശുശ്രൂഷയിലാണ് തുടക്കം കുറിച്ചത് എപ്പിസ്കോപ്പായിട്ട്. അന്ന് ബാബ തിരുമേനിയുടെ ഒരു ജന്മദിനത്തില് തിരുമേനിയെ കണ്ട് ജന്മദിന ആശംസകൾ അർപ്പിക്കുവാനായി ദേവലോകം അരമനയിൽ പോയത് ഈ സമയത്ത് ഓർക്കുന്നു. നേരത്തെ അറിയിച്ചിട്ടാണ് ചെന്നത്. തിരുമേനിയുടെ ഹൃദ്യമായിട്ടുള്ള സ്വീകരണവും ഇടപെടലുകളും വളരെ ശ്രദ്ധേയമായിരുന്നു. നല്ല വ്യക്തിബന്ധങ്ങൾ തിരുമേനി സൂക്ഷിച്ചിരുന്നു എന്ന് കോട്ടയത്ത് 5 വർഷം മദ്രാസിനെ എപ്പിസ്കോപ്പായ എന്നുള്ള നിലയിലും വൈദിക സെമിനാരിയിൽ ദീർഘവർഷങ്ങൾ ഉണ്ടായിരുന്നത് കൊണ്ടും മനസ്സിലാക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട്. 1985 മെയ് 15 ബിഷപ്പാകുകയും 2010 നവംബർ 1 കാതോലിക്ക ബാബായി ഉയർത്തപ്പെടുകയും ചെയ്ത തിരുമേനി കാതോലിക്ക ബാബ എന്ന നിലയിൽ ഒരു ദശാബ്ദത്തിലധികം മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ധന്യമായിട്ടുള്ള നേതൃത്വം നൽകി. ബിഷപ്പ് എന്നുള്ള നിലയിൽ അനുഗ്രഹീതമായിട്ടുള്ള ധന്യമായിട്ടുള്ള നേതൃത്വം ദീർഘവർഷങ്ങൾ നൽകി. സമൂഹത്തിന്റെ മേൽ നന്മയുടെ തണൽ വിരിച്ച വ്യക്തിത്വമായിരുന്നു പരിശുദ്ധ ബാബ തിരുമേനി. നേതൃത്വവും മാനവികതയും ഉയർത്തിപ്പിടിച്ച് പതിറ്റാണ്ടുകളോളം നന്മയുടെ വഴിയിൽ സഞ്ചരിച്ച തിരുമേനിയുടെ ശുശ്രൂഷ ഇതര സമൂഹത്തിനും നന്മ പ്രദാനം ചെയ്തു. ദൈവത്തിന്റെ നന്മയോടൊപ്പം എത്താനുള്ള സഞ്ചാരത്തെയാണ് ജീവിതം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആത്യന്തികമായിട്ടുള്ള നന്മ ദൈവമാണ്. ആ നന്മയിലേക്കുള്ള പ്രയാണമായിരുന്നു തിരുമേനിയുടെ ജീവിതത്തിന്റെ ആകത്തുക. 3 വാക്കുകളിൽ തിരുമേനിയുടെ ശുശ്രൂഷയെ ഞാൻ കാണുവാൻ ശ്രമിക്കുകയാണ്. ഒന്ന്, ബാബ തിരുമേനി വാസ് വൈബ്രന്റ് ഇൻ ഹിസ് മിനിസ്ട്രി. ചലനാത്മകമായിരുന്നു തിരുമേനിയുടെ ശുശ്രൂഷ. വിശുദ്ധ പൗലോസ് ക്രിസ്തീയ ശുശ്രൂഷയെ ഓട്ടക്കളത്തിൽ ഓടുന്ന ഓട്ടക്കാരനോട് സദൃശ്യപ്പെടുത്തി തന്റെ ലേഖനത്തിൽ പറയുന്നുണ്ട്. ഓട്ടക്കളത്തിൽ ഓടുന്നവർ അനേകരെങ്കിലും ബിരുദ പ്രാപിക്കുന്നവർ ചുരുക്കം എന്ന് പറയുമ്പോൾ ക്രിസ്തീയ ശുശ്രൂഷ ഒരു അത്ലറ്റിനോട് താരതമ്യം ചെയ്യുകയാണ്. ബാബ തിരുമേനി എപ്പോഴും വളരെ വൈബ്രന്റ് ആയിരുന്നു. ശുശ്രൂഷ ചലനാത്മകമായിരുന്നു. വിളിച്ചവൻ വിശ്വസ്തൻ എന്നുള്ള ആത്മവിശ്വാസം ശുശ്രൂഷയിലും തീരുമാനങ്ങളിലും നിലപാടുകളിലും തിരുമേനി സൂക്ഷിച്ചു. വെരി വൈബ്രന്റ് ഇൻ ഹിസ് മിനിസ്ട്രി. രണ്ടാമത്, തിരുമേനി വാസ് വിജിലന്റ് ടു ദി നീഡ്സ് ഓഫ് ദി കമ്മ്യൂണിറ്റി, സൊസൈറ്റി. സാമൂഹിക മാറ്റങ്ങളെ സൂക്ഷ്മമായി നിരീക്ഷിച്ച് നേതൃത്വം നൽകിയ മനുഷ്യ സ്നേഹിയായിരുന്നു ബാബ തിരുമേനി. സഭ സമൂഹത്തിൽ നിർവഹിക്കേണ്ടുന്ന അർത്ഥവത്തായുള്ള ശുശ്രൂഷയ്ക്ക് തിരുമേനി ധീരമായിട്ടുള്ള നേതൃത്വം നൽകി. ഒട്ടനവധി ഉദാഹരണങ്ങൾ. പരിമല ക്യാൻസർ സെന്റർ, നിർധന രോഗികൾക്കായുള്ള സ്നേഹസ്പർശം പദ്ധതി തുടങ്ങിയ ഒട്ടനവധിയായിട്ടുള്ള പദ്ധതികൾ സമൂഹത്തിന് നന്മ പകരുന്നതായിരുന്നു. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൽ പാസ്റ്ററൽ ഇമേജസ്, ഇടയ സാദൃശ്യങ്ങൾ നൽകുന്നുണ്ട്. അതിലേറ്റവും സുപ്രധാനമാണല്ലോ യേശു സ്വയം വെളിപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, ഞാൻ നല്ല ഇടയനാകും. നല്ല എന്നുള്ള വാക്കിന് ഗ്രീക്ക് ഭാഷയിൽ 2 പ്രത്യേക വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. കാലോസ്, സഗാത്തോസ്. നല്ല ഇടയൻ എന്നുള്ളതിന് കാലോസ് എന്നുള്ള ഗ്രീക്ക് വാക്കാണ് ഉപയോഗിക്കുന്നത്. അതിന് മാതൃകാപരമായ സൗമ്യതയും വിനയമുള്ളവൻ എന്നീ അർത്ഥങ്ങളുണ്ട്. നേതൃത്വത്തിന്റെ ആൾട്ടർനേറ്റീവ് ആണ് ഷെപ്പേർഡ്. ഷെപ്പേർഡ് ഈസ് ഓൾവേസ് എ ഷെൽട്ടർ ഫോർ ദി ഷീപ്പ്. അഭയം നൽകുക എന്നാൽ അപകടത്തിലാകുക എന്നും അതിനർത്ഥമുണ്ട്. തിരുമേനിയുടെ ലളിത ജീവിതം, പ്രാർത്ഥനാ ജീവിതം തിരുസഭയ്ക്ക് അനുഗ്രഹമായി, ജനങ്ങൾക്ക് നന്മ പകരുന്നതായി, മാതൃകയായി.
മൂന്നാമത്, ബാബ തിരുമേനി വാസ് വാലിയന്റ് ഇൻ ഹിസ് ഡിസിഷൻസ്, ബ്രേവ് ഇൻ ഹിസ് ഡിസിഷൻസ്. വിശുദ്ധ പൗലോസ് തിമോഥെയോസിന് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യത്തിൽ പറയുന്നു, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. ഒരു ഭടന്റെ ജാഗ്രതയും ധീരതയും പുലർത്തുന്ന ക്രിസ്തീയ ദൗത്യത്തെയാണ് അവിടെ അനുസ്മരിക്കുന്നത്. സഭയുടെ നാഥനായിട്ടുള്ള കർത്താവുമായുള്ള ബന്ധത്തിലും ശുശ്രൂഷ ചെയ്യുന്ന ജനങ്ങളുമായിട്ടുള്ള ബന്ധത്തിലും ധീരതയോടെ സഭ നൗകയെ തിരുമേനി നയിച്ചു. ദീർഘവർഷങ്ങൾ സഭയുടെ മേൽപ്പട്ടക്കാരൻ എന്നുള്ള നിലയിൽ, കാതോലിക്ക ബാവ എന്നുള്ള നിലയിൽ ബാബ തിരുമേനി led the church as Catholicos and Malankara Metropolitan as a vibrant, vigilant and valiant spiritual leader. ചെന്നൈ, ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ സ്മരണാഞ്ജലി. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച് നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുകയും അവരുടെ ജീവാവസാനം ഓർത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുകയും യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങൾ. വി.ജി. തമ്പി എഴുതിയ 1000 ചിറകുള്ള പക്ഷി പ്രത്യാശയെക്കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. പ്രത്യാശയിലേക്ക് എല്ലാ ജാലകങ്ങളും തുറന്നിടുവാനുള്ള ധീരതയാണ് കർത്താവിന്റെ ഉയർപ്പിന്റെ സന്ദേശം എന്ന് അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നു. ലെസ്ലി ന്യൂബിഗിൻ എന്ന ആർച്ച് ബിഷപ്പ് അദ്ദേഹത്തിന്റെ അൺഫിനിഷ്ഡ് അജണ്ട എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നു, all the 4 gospels are the unfinished stories of the narratives about Jesus. അത് പൂർത്തീകരിക്കുവാനായിട്ടുള്ള ദൗത്യം സഭയെയാണ് ദൈവം തമ്പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നത്. ബാബ തിരുമേനിയുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ സഭയ്ക്ക് ഇടയാകട്ടെ. ഈ അവസരം തന്ന പ്രിയപ്പെട്ട തിരുമേനിയോട്, ഭദ്രാസന ചുമതലക്കാരോട് എന്റെ നന്ദി അറിയിക്കുന്നു. ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ. എന്റെ സ്മരണാഞ്ജലി. വ്യക്തിബന്ധങ്ങൾ സൂക്ഷിച്ച, മറ്റുള്ളവർക്ക് തണൽ വിരിച്ച വ്യക്തിത്വം, ദൈവിക നന്മയോടൊപ്പമുള്ള പ്രയാണം, ചലനാത്മകവും ഉണർവുള്ളവനും നല്ല ഇടയനുമായിരുന്നു കാലം ചെയ്ത പരിശുദ്ധ കാതോലിക്ക ബാവ എന്ന് വാക്കുകളിലൂടെ പകർന്നു നൽകിയ റൈറ്റ് റെവറൻഡ് ഡോക്ടർ മത്യൂസ് മാർ മഖാരിയോസ് എപ്പിസ്കോപ്പായോടുള്ള നന്ദി അറിയിക്കുന്നു. പത്രമാധ്യമങ്ങളിലൂടെ അറിഞ്ഞ 2 കുഞ്ഞുങ്ങളുടെ ജീവിതം അറിയുവാൻ അവരുടെ ഭവനങ്ങളിലേക്ക് കയറി ചെന്നു. ഫാത്തിമയെയും അനുഗ്രഹിനെയും കണ്ടു. അമ്മയുടെ സ്നേഹത്തോടെ അനുഗ്രഹിന്റെ പഠനത്തിലെ പ്രയാസങ്ങളിൽ കരുണ കാട്ടുന്ന ഫാത്തിമയുടെ ജീവിതം തൻ്റെ കരങ്ങളിലൂടെ എത്രമാത്രം അവരുടെ ജീവിതങ്ങളെ സുഖകരമാക്കാം എന്ന് ആഗ്രഹിച്ച പരിശുദ്ധ പിതാവ് അവരെ ദേവലോകം അരമനയിലേക്ക് ക്ഷണിക്കുന്നു. അവരെ സ്വീകരിക്കുവാൻ റെയിൽവേ സ്റ്റേഷനിൽ ചെന്നു. അവരുടെ ചുണ്ടുകളിൽ പുഞ്ചിരി പകർന്നു. അവർക്ക് ജീവിക്കുവാൻ അവകാശമുണ്ടെന്ന് നമ്മെ പഠിപ്പിച്ച പിതാവിന്റെ സ്നേഹത്തിൽ കരുണ ദർശിച്ച ഫാത്തിമയും അനുഗ്രഹി തങ്ങൾക്ക് സാക്ഷ്യം പകർന്ന പിതാവിനെ കുറിച്ചുള്ള വാക്കുകൾ നമുക്ക് വീഡിയോയിലൂടെ കേൾക്കാം. പറമ്പിൽക്കടവ മുഹമ്മദ് അബ്ദുൾ റഹ്മാൻ മെമ്മോറിയൽ സ്കൂളിലെ 1-ാം ക്ലാസ്സിലേക്ക് 6 വർഷം മുമ്പാണ് അനുഗ്രഹം എത്തുന്നത്. സെറിബ്രൽ പൾസി ബാധിച്ച് നടക്കാൻ പോലും കഴിയാതിരുന്ന കുഞ്ഞ് അനുഗ്രഹിനെ അന്നു മുതൽ ചേർത്ത് പിടിച്ചതാണ് സഹപാഠി ഫാത്തിമ ബിസ്മി. അനുഗ്രഹിനെ ഭക്ഷണം കഴിപ്പിക്കുന്നതടക്കം എല്ലാ കാര്യങ്ങളും ബിസ്മി ഏറ്റെടുത്തു. ഇരട്ട സഹോദരൻ അനുരാഗ് ക്ലാസ്സിൽ ഒപ്പമുള്ളപ്പോഴും അനുഗ്രഹിന് ആശ്വാസമാകുന്നത് ബിസ്മിയുടെ കരുതലാണ്.
അരമനയിലേക്ക് ക്ഷണിച്ചതും എനിക്ക് മറക്കാൻ കഴിയില്ല. തിരുമേനി എൻ്റെ അടുത്ത് എപ്പോഴുമുണ്ട്. എൻ്റെ തിരുമേനിക്ക് കുഞ്ഞു മനസ്സിൽ നമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ. കുഞ്ഞു മനസ്സിൽ നമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ. കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ, കുഞ്ഞായി വന്നു പിറന്നവൻ കുഞ്ഞുങ്ങളാവാൻ പറഞ്ഞവൻ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തീർത്തവനെ, സ്വർഗത്തിൽ ഒരു പൂന്തോട്ടം നല്ല കുഞ്ഞുങ്ങൾക്കായി തവണേ. ഒരു നീ ഒരു പൂന്തിങ്കളായി, ഒരു നീ ഒരു പൂന്തന്നലായി, നീ പൂന്തിങ്കളായി, നീ ഒരു പൂന്തന്നലായി, കുഞ്ഞു മനസ്സിൻ നമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ. തെറ്റ് ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും. തെറ്റ് ചെയ്താലും സ്നേഹിക്കും, നന്മകൾ ചൂണ്ടിക്കാണിക്കും. സ്നേഹത്തിൽ വളർത്തി നിന്ന നല്ല കുഞ്ഞുങ്ങൾക്കായി ചർത്തവനെ, സ്നേഹത്തിൽ വളർത്തി നിന്ന ചർത്തവനെ, നീ വരൂ പൊന്തികളായി, നീ വരൂ എന്നായി, നീ വരും ഒരു പൊന്തികളായി, നീ ഒരു പൊന്നായി, കുഞ്ഞു മനസ്സിൻ നമ്പരങ്ങൾ ഒപ്പിയെടുക്കാൻ വന്നവന ഈശോയേ ഈശോയേ ആശ്വാസം നീയല്ലോ. താങ്ക് യു. എൻ്റെ സ്കൂൾ ജീവിതത്തിലെ എൻ്റെ ഒരു കൊച്ചു നന്മ കേട്ടറിഞ്ഞ് ഞങ്ങളെ കാണാൻ വന്ന ബാവാ തിരുമേനി എൻ്റെ മനസ്സിലെ കെടാവിളക്കാണ്. എൻ്റെ സഹപാഠിയായ അനുഗ്രഹിൻ്റെ വീട്ടിലേക്ക് വഴിയില്ലായിരുന്നു. പരിശുദ്ധ ബാവാ തിരുമേനി അവൻ്റെ വീട്ടിലേക്ക് വരികയും അവിടെ വഴി വെട്ടുകയും അതിന് സ്നേഹവീതി എന്ന് പേര് നൽകുകയും ചെയ്തു. അതിപ്പോൾ അനുഗ്രഹിൻ്റെയും അവൻ്റെ നാടിൻ്റെയും സ്നേഹവീതിയാണ്. എൻ്റെ സഹപാഠിയായ അനുഗ്രഹിൻ്റെ വീടിൻ്റെ കടബാധ്യത തീർത്തതും കൂലിവേല കൊണ്ട് ഉപജീവനം നടത്തുന്ന എൻ്റെ കുടുംബത്തിൻ്റെ സഹായിച്ചതും എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരനുഗ്രഹമാണ്. പരിശുദ്ധ ബാവാ തിരുമേനി എൻ്റെ നാട്ടിലേക്ക് വന്നതും ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ അരമനയിലേക്ക് ക്ഷണിച്ചതും ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് സ്വീകരിച്ചതും അനുഗ്രഹിനെ കോരിയെടുത്തതും എന്നെ ചേർത്ത് പിടിച്ചതും അരമനയിലേക്ക് ഞങ്ങൾക്ക് അരമനയിൽ വെച്ച് ഞങ്ങൾക്ക് ഭക്ഷണം വിളമ്പി തന്നതും ഇതിൽ പരം എന്ത് പുണ്യമാണ് ഞങ്ങൾക്ക് വേണ്ടത്. തിരുമേനി ഞങ്ങളുടെ നാട് സന്ദർശിച്ചതിലൂടെ ഒരു വലിയ വെളിച്ചമാണ് പകർന്നു തന്നത്. പരിശുദ്ധ ബാവാ തിരുമേനി ഞങ്ങൾക്ക് തന്ന വൃക്ഷത്തൈകൾ പടർന്നു പന്തലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തിരുമേനിയുടെ ഓർമ്മകൾ ഞങ്ങളുടെ മനസ്സിലും പച്ചപിടിച്ച് നിൽക്കുന്നുണ്ട്. പരിശുദ്ധ ബാവാ തിരുമേനി എന്നും ഞങ്ങളോടൊപ്പമുണ്ട്. അദ്ദേഹത്തിനായി ഒരു തിരി ഞങ്ങളുടെ മനസ്സിൽ എന്നും കെടാതെ സൂക്ഷിക്കും. നമസ്കാരം. അതിർവരമ്പുകൾക്കപ്പുറത്ത് കരുണയുടെയും അനുകമ്പയുടെയും രൂപമായിരുന്നു പരിശുദ്ധ കാതോലിക്ക ബാവ എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് കൃത്യമായി ആ രണ്ട് കുഞ്ഞുങ്ങളെയും സ്നേഹപൂർവം ഭദ്രാസനത്തിൻ്റെതായി നന്ദിപൂർവം ഓർക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ സ്നേഹം കൂടുതലായി അനുഭവിച്ച ചില വ്യക്തിത്വങ്ങൾ ഈ ഭദ്രാസനത്തിലുണ്ട്. അവർ അനുഭവിച്ച കണ്ടറിഞ്ഞ നന്മയുടെ പാതകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ ദർശിക്കാം. ഏവരെയും അതിലേക്ക് ക്ഷണിക്കുന്നു. യാമങ്ങൾ തോറും പ്രാർത്ഥനയെ പ്രണയിച്ചോരിതുപോലൊരു ജന്മമുണ്ടോ? ഭോജ്യത്തെ കൈവിട്ടും ജപമുറിയിൽ ധ്യാനിച്ചും ജീവിതമിങ്ങനെയുണ്ടോ? പരിശുദ്ധ ബാവാ തിരുമേനി എന്നെ ഒരു മകനെ പോലെ കരുതുകയും വാത്സല്യിക്കുകയും ചെയ്ത ഒരാളായിരുന്നു.
അദ്ദേഹം MGOCSMൻ്റെ വൈസ് പ്രസിഡൻറ്റും ഞാൻ MGOCSMൻ്റെ ജനറൽ സെക്രട്ടറിയുമായിരുന്നപ്പോൾ തുടങ്ങിയ ആഴമായ ഒരു ബന്ധവും അടുപ്പവുമായിരുന്നു. മെത്രാപ്പൊലിത്ത ആയതിനു ശേഷവും അതിന് യാതൊരു കുറവും ഉണ്ടായില്ല. ഒരുപക്ഷെ പരിശുദ്ധ സുന്നോദോസിലെ ഏറ്റവും ഇളയ ആളെന്നുള്ള നിലയിൽ പരിശുദ്ധ ബാവാ തിരുമേനി എന്നോട് ആ തലത്തിലും സ്നേഹവും വാത്സല്യവും കരുതലും കാണിച്ചിട്ടുണ്ട്. ഞാൻ മെത്രാപ്പൊലിത്തയാകുന്നതിന് കാരണം ദൈവവും ദൈവത്തിൻ്റെ തീരുമാനവുമാണ്. എന്നാൽ ഈ ലോകത്തിൽ അതിന് മുഖാന്തരമായി നിന്ന ഏതാനും പേരിൽ ഏറ്റവും പ്രമുഖ സ്ഥാനം പരിശുദ്ധ ബാവാ തിരുമേനിക്കാണ്. 40 വയസ്സ് പൂർത്തിയായ ഞാൻ അന്ന് സഭയുടെ തീരുമാനമനുസരിച്ച് മെത്രാൻ സ്ഥാനത്തേക്ക് മത്സരിക്കുവാൻ എലിജിബിൾ ആയി. എന്നാൽ ഞാൻ അന്ന് തിരുമേനിയോട് ഒരു അനുവാദം ചോദിക്കുവാനായിട്ട് പോയപ്പോൾ തിരുമേനിയാണ് പൂർണ്ണമായി ഇതിനെ പിന്തുണച്ച് സഭയുടെ തീരുമാനത്തിനകത്ത് നോംസിനകത്ത് വരുന്നത് കൊണ്ട് അച്ഛൻ നിൽക്കാം എന്ന് പറഞ്ഞ് എനിക്ക് അനുവാദം തന്നത്. മറ്റൊരു പിതാവ് കോട്ടയത്തിൻ്റെ കാലം ചെയ്ത മാർ ഇവാനിയോസ് തിരുമേനിയായിരുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ തീരുമാനത്തോട് ചേർന്ന് ഈ സ്ഥാനത്തേക്ക് വരുവാനായി എനിക്ക് പ്രോത്സാഹനവും പ്രാർത്ഥനയും തന്നത് ഈ പരിശുദ്ധ ബാവാ തിരുമേനിയാണ്. അങ്ങനെ വിവിധ കാരണങ്ങളാൽ ഞാൻ അദ്ദേഹത്തോട് കടപ്പെട്ടും വിധേയപ്പെട്ടും ഇരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഭൗതികമായ അസാന്നിധ്യം വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. എന്നാൽ മറുവശത്ത് അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥതയിൽ ബലഹീനനായ ഞാനും ഉണ്ടാകും എന്നുള്ള വലിയ പ്രത്യാശയും വിശ്വാസവും എന്നെ ശക്തീകരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവസന്നിധിയിൽ മാലാഖമാരുടെയും വിശുദ്ധന്മാരുടെയും സംഘങ്ങളോട് ചേർന്ന് ആനന്ദിക്കുകയും നമുക്കെല്ലാവർക്കും മധ്യസ്ഥനായി നിൽക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുകയും ആശ്വസിപ്പിക്കുകയും ചെയ്യട്ടെ. 1975 ബഹുമാനപ്പെട്ട പൗലോസച്ചൻ ബാംഗ്ലൂരിലെ എൻ്റെ ശാരീരിക അസുഖത്തിനൊക്കെ പേരിൽ ഇവിടെ ആശാഴ്ച നടത്തിയ മുതലാണ് പൗലോസച്ചനുമായിട്ട് ഞാൻ പരിചയപ്പെടുന്നത്. അവർ തന്നെ തെയോഫിലോസ് തിരുമേനിയോട് എറണാകുളത്തിന് വടക്കോട്ട് വിടരുതെന്ന് അഭ്യർത്ഥിച്ചു. കാരണം ഒരു പ്രോസ്പെക്റ്റീവ് കാൻഡിഡേറ്റ് ആയിട്ട് അദ്ദേഹത്തെ ഞാൻ കണ്ടു. അത് മെത്രാപ്പൊലിത്തായിട്ടും പിന്നീട് കാതോലിക്കയും മലങ്കര മെത്രാപ്പൊലിത്തായുമായ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തപ്പോൾ ഞാൻ ദൈവത്തെ അകമഴിഞ്ഞ് ദൈവത്തെ സ്തുതിച്ചു. 1997 എൻ്റെ ഷഷ്ടിപൂർത്തിക്ക് തിരുമേനി വരികയും നേതൃത്വം നൽകുകയും ചെയ്തുകയും എന്നെ അനുഗ്രഹിക്കുകയും ചെയ്തതിൽ ഇപ്പോഴും സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഭൗതിക ലോകത്തിൽ നിന്നും വേർപെട്ട് സ്വർഗീയ അനുഭവ ഭവനത്തിൽ ആയിരിക്കുന്ന തിരുമേനിക്ക് എല്ലാ കൃപകളും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തിരുമനസിലെ നിത്യശാന്തി നീരിൽ മുങ്ങുമ്പോൾ കഥനത്തിൽ താഴുമ്പോൾ സഖിയായി ഞാനാരെ തിരയും കാറ്റന്റെ തോണി പകയോടടുക്കുമ്പോൾ തുഴയെറിയാനാ പുണ്യതാതൻ. ആദ്യം പരിശുദ്ധ ബാവാ തിരുമേനിയെ പരിചയപ്പെടുന്നത് എറണാകുളത്ത് സെന്റ് മേരീസ് പള്ളിയിൽ സഹകാരിയായിരിക്കുന്ന പോളച്ചനായിട്ടാണ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാമായിരുന്ന വട്ടക്കുന്നായർ ബാവാ തിരുമേനി ഇദ്ദേഹത്തെ മെത്രാൻ സ്ഥാനത്തേക്ക് സെലക്ട് ചെയ്യുകയും അതിനുശേഷം മെത്രാൻ സ്ഥാനത്തേക്ക് ഉയർത്തി കുന്നംകുളത്ത് ഭദ്രാസനത്തിൻ്റെ ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം ബാവാ തിരുമേനിയുമായിട്ട് കൂടുതൽ സമ്പത്തിൽ ഏർപ്പെടുന്നത് പരിശുദ്ധ കാതോലിക്ക ബാവ ആയിട്ട് സ്ഥാനമേറ്റു കഴിഞ്ഞ് ദേവലോക തലമനയിൽ വെച്ചാണ്. തിരുമേനിയുടെ ജീവിതത്തിലെ ഒരാഴത്തുക പരിശോധിച്ചാൽ മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്യങ്ങളിലെ
സകല സംഗതികളും തിരുമേനി സാക്ഷാൽ പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. ധ്യാനം, രഹസ്യ പ്രാർത്ഥന, ഇത് മൂന്നും തിരുമേനിയുടെ സമ്പത്തായിരുന്നു, ആയുധമായിരുന്നു. 2, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സ്നേഹിക്കരുതെന്ന് പറയുന്നതും സത്യമാണ്. പണത്തിനെ കുറിച്ചോ ജീവിതത്തിന്റെ സമ്പത്തിനെ കുറിച്ചോ തിരുമേനി ആലോചിച്ചിട്ടില്ല. 3 ഇടങ്കൈ നോക്കുന്നത് വലങ്കൈ അറിയരുതെന്ന് പറയുന്നതും തിരുമേനി വളരെ ശ്രദ്ധാലുവാണ്. അവസാനമായിട്ട് പറയാനുള്ളത്, സമയച്ചുരുക്കം കൊണ്ട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ യേശുക്രിസ്തുവിന്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞാൽ പല ബുക്കുകളും വേണ്ടിവരുമെന്ന് പറഞ്ഞതുപോലെ തിരുമേനിയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ മണിക്കൂറുകളോളം പറഞ്ഞാലും തീരുകയില്ല. നമ്മുടെ കാലം ചെയ്ത ബാബ തിരുമേനിയുടെ അനുസ്മരണ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യമായിട്ട് തിരുമേനിയെ കണ്ട കാര്യം ഞങ്ങൾ ഓർക്കുകയാണ്. ബോംബെയിൽ ഞാൻ ജീവിക്കുന്ന സമയം 1985 തിരുമേനി മേൽപ്പട്ടക്കാരനായ ശേഷം തിരുമേനിക്കും തിരുമേനിയുടെ കൂടെ മേൽപ്പട്ട സ്ഥാനം നേടിയ ബാക്കി തിരുമേനിമാർക്കും കൂടി ബോംബെ മദ്രാസിൻ്റെ ഒരു സ്വീകരണ സമ്മേളനം. ആ സമ്മേളനം ഞങ്ങൾ തിരുമേനിയെ കാണുകയും ബന്ധപ്പെടുവാൻ സഹായിച്ചു. അതിനുശേഷം ഞങ്ങളുടെ ബന്ധം അത് കുടുംബ ബന്ധമായി, സ്നേഹബന്ധമായി കണ്ടിന്യൂ ചെയ്യുകയായിരുന്നു. ഞങ്ങൾ സൗകര്യമുള്ള കിട്ടുമ്പോഴെല്ലാം, നാട്ടിൽ പോകുമ്പോഴെല്ലാം തിരുമേനിയെ തലമേനിയെ കാണുകയും തിരുമേനിയുമായിട്ട് ബന്ധം പ്രവർത്തിക്കേണ്ടി വരുന്നു. അതുപോലെ തിരുമേനി ഞങ്ങളെ വളരെ കുടുംബ ബന്ധം കുടുംബ മെമ്പർ എന്നുള്ള രീതിയിൽ, കുടുംബാംഗം എന്നുള്ള രീതിയിൽ ഞങ്ങളെ കരുതുകയും സ്നേഹിക്കുകയും ചെയ്തിരുന്നു. എൻ്റെ ഭാര്യ ലില്ലിക്കുട്ടിയെ തിരുമേനി സ്വന്തം സിസ്റ്ററായിട്ടാണ് കരുതിയിരുന്നത്, സ്നേഹിച്ചിരുന്നത്. എനിക്ക് തിരുമേനിയുടെ കാര്യത്തിൽ പറയാനുള്ളത്, എൻ്റെ തിരുമേനിയുടെ ആ നിഷ്കളങ്കമായ സ്നേഹം കൂടുതൽ അനുഭവിക്കാൻ എനിക്ക് സാധിച്ചു. കാരണം എന്നെ ഒരു സഹോദരിയെ പോലെ തിരുമേനി കണ്ടിരുന്നു. തിരുമേനിയുടെ രോഗത്തെക്കാൾ കൂടുതൽ എൻ്റെ അസുഖങ്ങളെക്കുറിച്ച് തിരുമേനി തിരക്കുമായിരുന്നു. എങ്ങനെയുണ്ട് കുട്ടി, എങ്ങനെയുണ്ട് കുട്ടി, ആ കുട്ടി എന്നുള്ള വിളിയിൽ, ആ വാത്സല്യത്തിൽ ഞാൻ എൻ്റെ ഹൃദയം നിറഞ്ഞ് ഞാൻ പറയുകയാണ്, തിരുമേനിയുടെ വിയോഗം എനിക്ക് സഹിക്കാവുന്നതിലപ്പുറമാണ്. ആ സ്നേഹം ഈ ലോകത്തിൽ ഇനി ലഭിക്കുകയില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് ദുഃഖമാണ്. തിരുമേനി എന്നെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു, ഞാനും തിരുമേനിയെ അത്രമാത്രം സ്നേഹിച്ചിരുന്നു. ആ ബന്ധം ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. തിരുമേനി സ്വർഗീയോന്നതകളിൽ സ്വർഗീയ മാലാഖമാരോടൊന്നിച്ച് തിരുമേനി വസിക്കട്ടെ. ആ പുഞ്ചിരി മാഞ്ഞു, ആ ശബ്ദം നിലച്ചു ഈ ലോകത്തിലെ. തിരുമേനി സ്വർഗരാജ്യത്തിലെ മാലാഖമാരുടെ വൃന്ദങ്ങളോടൊന്നിച്ച് ദൈവത്തെ സ്തുതിക്കുകയും നമുക്കെല്ലാവർക്കും വേണ്ടി ദൈവത്തോടെ മധ്യസ്ഥർക്കുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ബലഹീന എനിക്ക് വലിയൊരു ഭാഗ്യം ലഭിക്കുകയുണ്ടായി. സെമിനാരി പോകുന്നതിന് മുമ്പ് പരിശുദ്ധ സഭയുടെ ആസ്ഥാനമായിരുന്ന ദേവലോകം അരമനയിൽ 1 വർഷക്കാലം താമസിക്കുവാനും 2 ബാബാമാരുടെ ഒപ്പം താമസിക്കുവാനും അവരെ ശുശ്രൂഷിക്കുവാനുള്ള ഒരു വലിയൊരു ഭാഗ്യം ബലഹീന എനിക്ക് ലഭിക്കുകയുണ്ടായി. പരിശുദ്ധ ബാസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയൻ ബാബയെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനാ ജീവിതത്തിന്റെ വലിയൊരു വ്യക്തിത്വമായിരുന്നു. അത് ബാഹ്യം അല്ലെങ്കിൽ നമുക്ക് പ്രകടിപ്പിക്കുവാൻ അല്ലെങ്കിൽ കാണുവാൻ സാധിക്കില്ല എങ്കിൽ പോലും രഹസ്യ പ്രാർത്ഥനകൾക്ക് ഒത്തിരി ഊന്നൽ കൊടുത്ത ഒരു വലിയൊരു പിതാവായിരുന്നു. അതുപോലെ നിഷ്കളങ്ക മനസ്സിന്റെ ഒരു ഉടമയായിരുന്നു. ആ പിതാവ് താമസിച്ചുകൊണ്ടിരുന്നത് ഫസ്റ്റ് ഫ്ലോറിലായിരുന്നു. എന്നാൽ ഏതൊരു ആവശ്യമുണ്ടെങ്കിലും ആ പിതാവ് മേളിൽ നിന്നും താഴെ റിസപ്ഷനിൽ അല്ലെങ്കിൽ കടന്നു വന്ന് തൻ്റെ ആവശ്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നവരോടൊക്കെ അത് അവരോടൊപ്പമായിരുന്ന് അവരോട് കുശലം ചോദിക്കുകയും അങ്ങനെ അവരെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത വലിയൊരു പിതാവായിരുന്നു വിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദിദിയൻ ബാവ തിരുമനസ്സുകൊണ്ട്. എന്നാൽ ഭൗതികമായി നമുക്ക് ആ പിതാവിനെ നഷ്ടപ്പെട്ടുവെങ്കിലും ദൈവസന്നിധിയിൽ തീർച്ചയായിട്ടും നമുക്ക് വേണ്ടി മധ്യസ്ഥത അർപ്പിക്കുകയും സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വലിയൊരു പിതാവാണ്. ത്രിയേകദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഏവർക്കും എൻ്റെ സ്നേഹവന്ദനം.
പരിശുദ്ധ മൂറാൻമാർ ബസേലിയോസ് മാർത്തോമ പൗലോസ് ഗിരിയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ വേർപാടിൽ ബാംഗ്ലൂർ ഭക്തരാസനം അനുസ്മരിക്കുന്ന ഈ സമയത്ത് എന്നെ സ്പർശിച്ച ചില കാര്യങ്ങളെ അവരുടെയും ശ്രദ്ധയിലേക്ക് പങ്കിടുകയാണ്. ആദ്യമായി പരിശുദ്ധ പിതാവ് സൂര്യനെ പോലെ ശോഭയേറിയ ഒരു പ്രഭയുടെ ഉടമയാണ്. ഏത് വേദിയിൽ ഉപവിഷ്ടനായിരുന്നാലും അവിടം സൂര്യന്റെ കിരണങ്ങളെ പോലെ ശോഭിച്ചിരുന്നത് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രണ്ടാമതായി പറയുവാനുള്ളത്, താൻ പറയുന്ന കാര്യങ്ങൾ തൻ്റെ പ്രവൃത്തിയിലും ചെയ്തു കാട്ടിയിരുന്ന സുതാര്യതയുടെ നേർക്കാഴ്ചയായിരുന്നു പരിശുദ്ധ പിതാവ്. പരിശുദ്ധ സഭയുടെ വിശ്വാസകാര്യങ്ങളിൽ കാട്ടിയ തീഷ്ണതയും ദൈവിക ബന്ധത്തിൽ, അതായത് പ്രാർത്ഥനാ ജീവിതത്തിൽ പുലർത്തിയ സ്ഥിരതയും സഭയുടെ നിലനിൽപ്പിന് വേണ്ടി കൈക്കൊണ്ട ഉറച്ച നിലപാടുകളും പാവപ്പെട്ടവരോടുള്ള അനുകമ്പയും നമുക്ക് ഏവർക്കും അറിയാവുന്ന സംഗതിയാണ്. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധ സഭയ്ക്ക് ദൈവം നൽകിയ ദാനമാണ് പരിശുദ്ധ പിതാവ് എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടാവില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാലം ചെയ്ത പരിശുദ്ധ കാതോലിക്ക ബാവ തൻ്റെ പ്രാർത്ഥനാ ജീവിതം കൊണ്ട് നമ്മളെ എന്നും അനുഗ്രഹിച്ചിരുന്നു. ഇന്നും പർദീസയിൽ അദ്ദേഹം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കമായ ജീവിതവും അതേസമയം താൻ വിശ്വസിച്ചിരിക്കുന്ന പ്രമാണങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാവാതെ വളരെ ശക്തമായ നിലപാടെടുത്ത് സഭയെ സേവിക്കുകയും സഭയെ മുന്നോട്ട് നയിക്കുകയും ചെയ്ത ഒരു ഉത്തമ ഇടയനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ വേർപാട് നമ്മളെ എല്ലാവരെയും വിഷമിപ്പിക്കുന്നുവെങ്കിലും അദ്ദേഹം നമ്മൾക്ക് വേണ്ടി എന്നും എന്നും പ്രാർത്ഥിക്കും എന്നുള്ള വിശ്വാസം നമ്മളെ നയിക്കും. ദൈവനാമം മഹത്വപ്പെടട്ടെ. മലങ്കര സഭയുടെ കാതോലിക്കയായി പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ഗിരിയൻ ബാബ പരമ്പരയിൽ വെച്ച് സ്ഥാനമേറ്റെടുത്ത ദിവസം അഭിനന്ദ സറാഫിൻ തിരുമേനിയോടൊപ്പം നാസിർ കെമാ സെന്റ് മേരീസ് ദേവാലയത്തിന്റെ കൂതാശയ്ക്ക് അനുവാദം കിട്ടുവാൻ പരിശുദ്ധ പിതാവിനെ സന്ദർശിച്ചത് മുതലാണ് പരിശുദ്ധ പിതാവും ഞാനുമായിട്ടുള്ള ആഴത്തിലുള്ള ബന്ധത്തിന് തുടക്കമായത്. ജൂലൈ 3 വിധിക്ക് ശേഷം നിലപാടുകളിൽ അയവ് വരുത്തിയാൽ കിട്ടാമായിരുന്ന അംഗീകാരത്തെയും പ്രശംസകളെയും ഗൗരവമായി കാണാതെ നേരെ വന്ന വിമർശനങ്ങളെ അചഞ്ചലമായി നേരിട്ട് മലങ്കര സഭയുടെ സ്വാഭിമാനത്തിലും സ്വയം ശീർഷകത്തിലും ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ കർത്താവിൽ നമ്മെ കൂട്ടാളിയാക്കിയ മാർത്തോമാ ശ്ലീഹായുടെ പൈതൃകത്തിന്റെ നേരവകാശികളായി പൗരുഷമുള്ള മാർത്തോമൻ നസ്രാണിയായി ജീവിപ്പാൻ നമ്മെ പഠിപ്പിച്ചു തന്നതാണ് പരിശുദ്ധ ബാബാ തിരുമേനിയിൽ ഞാൻ കണ്ട മഹത്വം. പരിശുദ്ധ പിതാവ് അധ്യക്ഷനായ മലങ്കര സഭാ മാനേജിംഗ് കമ്മിറ്റിയിൽ ബാംഗ്ലൂരിൽ നിന്ന് പ്രവർത്തിപ്പാൻ അവസരം കിട്ടിയത് ഭാഗ്യമായി കരുതുന്നു. പരിശുദ്ധ പിതാവിന്റെ പുഞ്ചിരിയും വ്യക്തിപരമായി എന്നോടുള്ള സ്നേഹവും കരുതലും ജ്വലിക്കുന്ന ഓർമ്മകളായി ഒരാഴ്ചക്കാലം നിലനിർത്തും. പരിശുദ്ധ പിതാവിന്റെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ എന്റെ സ്മരണാഞ്ജലികൾ. കുറവുകൾ പോക്കുക മശിഹാ സൂനോ നാഥ വിമലാത്മാവാ. എൻ്റെ പേര് മിസസ് കുമാരി എബ്രഹാം. എൻ്റെ നാട് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിലെ പഴഞ്ഞി എന്ന ഒരു ഗ്രാമമാണ്. പരിശുദ്ധ തിരുമേനിയുടെ സീനിയറായിട്ടാണ് ഞാൻ പഴഞ്ഞി ഹൈസ്കൂളിൽ പഠിച്ചത്. അന്നത്തെ മങ്ങാട്ടുകാരൻ പോൾ എന്ന പയ്യൻ പരിശുദ്ധ ബാവ തിരുമേനിയായി ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു അത്യുന്നത പദവിയിലേക്ക് എത്തുമെന്ന് ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇത്രയും ഹംബിൾ ആൻഡ് സിമ്പിൾ ആൻഡ് ലവിങ് ആയി ഒരു ദിവ്യ പുരുഷനെ ദൈവം നമുക്ക് തന്നതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ തിരുമേനി എൻ്റെ പ്രയാസഘട്ടങ്ങളിലെല്ലാം പ്രശ്നങ്ങളുടെ നടുവിലും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ വെല്ലൂർ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് വേണ്ടി കിടന്നപ്പോഴും എൻ്റെ ഡോട്ടർ ഇൻ ലോയുടെ പ്രഗ്നൻസിയിൽ കോംപ്ലിക്കേഷൻസ് വന്നപ്പോഴും ബാവ പ്രാർത്ഥിക്കുമായിരുന്നു. ഒരിക്കൽ എന്നോട് പറഞ്ഞു, കുമാരി, ഞാൻ തലയിൽ വെച്ചിരിക്കുന്ന ഒരു മുൾക്കിരീടമാണ്. എൻ്റെ അമ്മയുണ്ടായിരുന്നെങ്കിൽ എന്നെ ഒരു വടിയും പിടിച്ച് വന്ന് ആട്ടി ഓടിക്കുമായിരുന്നു. എടാ, നിനക്ക് ഈ പദവി ഒന്നും വേണ്ടടാ, വീട്ടിൽ വന്ന് കഞ്ഞിയും പയറും കുടിച്ചിട്ട് കിടക്കട എന്ന് പറയുമായിരുന്നു. ഞങ്ങൾ വളരെയധികം സമയം പഴയ കാര്യങ്ങളെപ്പറ്റി പറയുമായിരുന്നു. എൻ്റെ പഴയ 4 തലമുറകളെയും ബാവ തിരുമേനിക്ക് അറിയാമായിരുന്നു. തിരുമേനി ഇത്ര വേഗം കടന്നു പോകുമെന്ന് ഞാൻ സ്വപ്നേബി വിചാരിച്ചില്ല. ഇത്രയും നിഷ്കളങ്കനായ ഒരു പുണ്യപുരുഷനെ ദൈവം നമുക്ക് തന്നതിൽ ദൈവത്തെ സ്തുതിക്കുകയും വന്യ തിരുമേനിയുടെ ആത്മാവിന് ശാന്തിയും സമാധാനവും തരുന്നതിന്
ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പുണ്യശ്ലോകനായ കാലം ചെയ്ത പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ പൗലൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവ തിരുമേനിയുടെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ആദരാജ്ഞകൾ അർപ്പിക്കുന്നു. മലങ്കര സഭയുടെ വെള്ളി നക്ഷത്രമായി ശോഭിച്ച് 11 വർഷം സഭയെ നയിച്ച് ദൈവസന്നിധിയിലേക്ക് വാങ്ങിപ്പോയി മാലാഖമാരുടെയും പരിശുദ്ധന്മാരുടെയും ഗണങ്ങളിൽ പ്രാർത്ഥനകളും സ്തുതിസ്തോത്രങ്ങളും അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന വന്യപിതാവിൻ്റെ അകാലത്തുള്ള വേർപാട് അതീവ ദുഃഖകരമായിരിക്കുന്നു. പരിശുദ്ധ പിതാവിൻ്റെ അഭാവം ഈ സമൂഹത്തിലും സഭയിലും ഒരു ശൂന്യത സൃഷ്ടിച്ചിരിക്കുകയാണ്. വ്യക്തിപരമായി നല്ല ശുദ്ധ മനസ്സിൻ്റെ ഉടമയായ പരിശുദ്ധ പിതാവ് തൻ്റെ ജീവനേക്കാളും ആരോഗ്യത്തെക്കാളും കീർത്തിയേക്കാളും സഭാഗാത്രത്തെ അതീവമായി സ്നേഹിച്ച ഒരു ഇടയശ്രേഷ്ഠനായിരുന്നു. എല്ലാവരെയും എല്ലാത്തിനെയും സമഭാവനയോടെ കണ്ട പരിശുദ്ധ പിതാവ് ലാളിത്യത്തിൻ്റെ മകുടമായിരുന്നു. പരിശുദ്ധ പിതാവിൻ്റെ വേർപാടിലുള്ള ദുഃഖവും അനുശോചനവും പരിശുദ്ധ സഭയുടെ മാനേജിംഗ് കമ്മിറ്റി അംഗം എന്ന നിലയിലും വ്യക്തിപരമായും നേരുകയാണ്. പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥത പ്രാർത്ഥന നമ്മൾക്ക് ഏവർക്കും കോട്ടയായിരിക്കട്ടെ. മലങ്കര സഭയുടെ മഹിതാചാര്യൻ്റെ നാമം എന്നും ഈ സഭയ്ക്കും ദേശത്തിനും നന്മയ്ക്കായും ഭവിക്കട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. കടപരിഹാരം നാഥ നീ. ഇന്ന് കാണിച്ച 2 ഡോക്യുമെന്ററികൾക്കും പിന്നിൽ അധ്വാനിച്ചവർ ഫാദർ സൈമൺ ജോയി, ഡീക്കൻ ഷിബിൻ, അജിത് വിമൽ, റോനി ഗീവർഗീസ്. അവരോടുള്ള നന്ദി ഭദ്രാസനത്തിനായി അറിയിക്കുന്നു. അതോടൊപ്പം യൂട്യൂബിലും ഫേസ്ബുക്കിലും ഈ 2 ഡോക്യുമെന്ററിയും അവൈലബിൾ ആണ് എന്നതുകൂടി ഏവരെയും അറിയിക്കുന്നു. ഭദ്രാസനത്തെ സ്വന്തം ഭവനമായി കണ്ട് അതിൽ നിന്ന് സമൂഹത്തിൻ്റെ ഉന്നതിക്ക് ആവശ്യമായത് പകരുന്ന സ്നേഹവും ബഹുമാനവും കരുതലും എപ്രകാരം നൽകണമെന്ന് പഠിപ്പിക്കുന്ന പ്രായത്തെക്കാൾ ഏറിയ പക്വത വാക്കുകളിലും പ്രവൃത്തികളിലും സ്വതസിദ്ധമായി ലഭിച്ച ബാംഗ്ലൂർ ഭദ്രാസനാധിപൻ അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫി കുഞ്ഞുങ്ങളിൽ, യുവാക്കളിൽ പ്രായഭേദമന്യേ എല്ലാവരുടെയും മനസ്സിൽ സ്ഥാനം പിടിച്ച, എല്ലാവരുടെയും ശബ്ദം കേൾക്കുവാൻ മനസ്സും സമയവും മാറ്റിവെക്കുന്ന ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ എബ്രഹാം മാർ സെറാഫി തിരുമേനിയെ അല്പം കേൾക്കാമല്ലോ അല്ലേ? ത്രിയേക ദൈവത്തിന്റെ വലിയ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അഭിനന്ദനായ റാഫേൽ തട്ടിൽ പിതാവേ, അഭിനന്ദനായ മാത്യൂസ് മാർ മക്കാറിയോസ് പിതാവേ, മുഖ്യ പ്രഭാഷണം നടത്തിയ ഡോക്ടർ KS രാധാകൃഷ്ണൻ സാർ, കുമാരി ഫാത്തിമ ബിസ്മി, മാസ്റ്റർ MM അനുഗ്രഹ, ഭദ്രാസന സെക്രട്ടറി വന്യനായ സന്തോഷ് മുല്ലച്ചൻ, വന്യ കോർപ്പിസ്കോപ്പമാരെ, വന്യ വൈദികരെ, സഭാ മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങളെ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങളെ, ബാംഗ്ലൂർ ഭദ്രാസനത്തിലെ വിശ്വാസികളെ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന ഏവരുമേ, മറ്റുള്ളവർ തങ്ങളെ നിർവചിക്കുവാൻ വിട്ടുകൊടുത്തിട്ട് യാത്രയാകുന്നവരാണ് മഹാന്മാർ എന്ന് എവിടെയോ വായിച്ചത് ഓർക്കുന്നു. കഴിഞ്ഞ ജൂലൈ 12-ാം തീയതി മുതൽ കാലയവനയ്ക്കുള്ളിൽ മറഞ്ഞ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമാ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായെ നിർവചിക്കുവാൻ ശ്രമിക്കുകയാണ് ലോകം. ജീവിച്ചിരുന്നപ്പോൾ നാം മനസ്സിലാക്കിയ പിതാവിനേക്കാൾ 10 മടങ്ങ് മഹത്വമാണ് അദ്ദേഹം കാലയവനയ്ക്ക് ഉള്ളിൽ മറഞ്ഞതിന് ശേഷം ലഭ്യമാകുന്നത് അദ്ദേഹത്തിന്. ചിലർ അങ്ങനെയാണ്, തങ്ങളുടെ മഹത്വം രഹസ്യമായി സൂക്ഷിക്കും. എന്നാൽ അത് ദർശിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്നവർ ആ മഹാത്മാക്കളുടെ കാലശേഷം അവ ലോകത്തിന് വെളിപ്പെടുത്തും. മറുരൂപമലയിൽ പ്രകാശത്തിൽ കുളിച്ചു നിന്ന യേശുവിനെ പിന്നീട് ശിഷ്യന്മാർ ലോകത്തിന് പരിചയപ്പെടുത്തിയതുപോലെയാണത്. ഈ ദിവസങ്ങളിൽ പരിശുദ്ധ ബാവായുടെ മഹത്വപൂർണമായ ജീവിതം കൂടുതൽ നമുക്ക് വെളിവാക്കപ്പെടുകയാണ്. പരിശുദ്ധ ബാവായെ കുറിച്ച് റാഫേൽ തട്ടിൽ പിതാവും മക്കാറിയോസ് പിതാവും നമ്മോട് സംസാരിച്ചു.
ഡോക്ടർ KS രാധാകൃഷ്ണൻ സാറിന്റെ വ്യക്തിപരമായ അടുപ്പത്തിൽ നിന്നും ബാബയെ കുറിച്ച് സംസാരിച്ചു. ഫാത്തിമയും അനുഗ്രഹവും തങ്ങളുടെ ഉള്ളിലെ സ്നേഹം വാക്കുകളിലൂടെ വെളിപ്പെടുത്തി. നിങ്ങൾ ഞങ്ങളോടൊപ്പം ചേർന്ന് ഈ സമ്മേളനത്തെ അനുഗ്രഹിച്ചതിന് ഭദ്രാസനത്തിന് മെത്രാപ്പൊലിത്ത എന്നുള്ള നിലയിൽ ഒരു വാക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. എനിക്ക് ലഭിച്ചിരിക്കുന്ന ചുരുങ്ങിയ സമയം പരിശുദ്ധ ബസേലിയോസ് പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായും ബാംഗ്ലൂർ ഭദ്രാസനവുമായുള്ള ബന്ധത്തെ ഓർക്കുവാൻ ഉപയോഗിക്കുകയാണ്. അത് നാം വീഡിയോയിലൂടെ കണ്ടെങ്കിലും വളരെ പെട്ടെന്ന് ചില കാര്യങ്ങൾ പറയട്ടെ. ആദ്യമായി നമ്മുടെ ഭദ്രാസനത്തിലെ ഒരു ശുശ്രൂഷയ്ക്കായി അദ്ദേഹം വരുന്നത് റാസൽഗൈമ സെന്റ് മേരീസ് ഇടവകയുടെ കൂദാശയ്ക്കാണ്. പരിശുദ്ധ ബാവ ആയതിനു ശേഷം ആദ്യമായി ഇന്ത്യക്ക് വെളിയിൽ അദ്ദേഹം പങ്കെടുക്കുന്ന ശുശ്രൂഷയായിരുന്നു. അത് നമ്മുടെ ഭാഗ്യവും അഭിമാനവുമായി ഇന്നും ഞാൻ കരുതുന്നു. 2013 നമ്മുടെ ഭദ്രാസന ആസ്ഥാനത്തിന്റെ കൂദാശി കാതോലിക്ക സ്ഥാപന ശതാബ്ദിയും നടത്തുവാനായിട്ട് നമ്മുടെ ഭദ്രാസനത്തിൽ വന്നു. തുടർന്ന് പല സന്ദർഭങ്ങളിൽ നമ്മുടെ അരമനയിൽ വന്ന് താമസിച്ചു. നമ്മുടെ അരമനയെ കുറിച്ച്, അവിടുത്തെ ക്രമീകരണങ്ങളെ കുറിച്ച് പലരോടും വാചാലനായി തിരുമേനി. അദ്ദേഹത്തിന് ഇഷ്ടമായിരുന്നു നമ്മുടെ ഭദ്രാസന ആസ്ഥാനത്ത് അരമനയിൽ വന്ന് താമസിക്കുന്നത്. നമ്മുടെ പല പള്ളികളുടെയും കൂദാശകൾ, ജൂബിലികൾ, പുതിയ പള്ളിക്കും കെട്ടിടങ്ങൾക്കും കല്ലിടൽ കർമ്മങ്ങൾ ഒക്കെ നടത്തി അദ്ദേഹം നമ്മെ അനുഗ്രഹിച്ചു. ഓരോ സമ്മേളനത്തിലും, ജൂബിലികളുടെ സമ്മേളനങ്ങളിലും, ആദരിക്കൽ ചടങ്ങുകളിൽ മുഴുവൻ സമയവും സംബന്ധിച്ച് അവർക്ക് ഫോട്ടോ എടുക്കുവാനായിട്ടൊക്കെ ഒരു സാധാരണക്കാരനെ പോലെ അദ്ദേഹം നിന്നു കൊടുത്തത് നന്ദിയോടെ നമുക്ക് ഓർക്കാം. നമ്മുടെ വൈദികരോടും ജനങ്ങളോടും കുഞ്ഞുങ്ങളോടും ഹൃദ്യമായി പെരുമാറി. ഒരിക്കലും മായാത്ത ഓർമ്മകൾ ഭദ്രാസനത്തിലെ എല്ലാവരുടെയും മനസ്സിൽ അവശേഷിപ്പിച്ചാണ് അദ്ദേഹം യാത്രയായത്. കുറഞ്ഞ കാലം കൊണ്ട് ബാംഗ്ലൂർ ഭദ്രാസനം കൈവരിച്ച നേട്ടങ്ങളെ അകമഴിഞ്ഞ് അദ്ദേഹം അഭിനന്ദിക്കുമായിരുന്നു. ബാംഗ്ലൂർ ഭദ്രാസനവും ഏറ്റവും ഭക്തിയോടും ആദരവോടും കൂടെയാണ് അദ്ദേഹത്തെ സ്വീകരിച്ചിട്ടുള്ളത്. മിക്കവാറുമുള്ള സന്ദർശനങ്ങളിലൊക്കെ അദ്ദേഹത്തെ ഗവൺമെന്റ് ഗസ്റ്റായി പരിഗണിച്ച് വേണ്ട ക്രമീകരണങ്ങളൊക്കെ നാം ചെയ്ത് അദ്ദേഹത്തെ ആദരിക്കുകയുണ്ടായി. അദ്ദേഹത്തിന്റെ ഭൗതികമായ അസാന്നിധ്യം വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്നാൽ നമ്മെ സ്നേഹിച്ച പിതാവ് നമുക്കായി ദൈവസന്നിധിയിൽ മധ്യസ്ഥനാകും എന്ന് നാം പൂർണ്ണമായി വിശ്വസിക്കുക. എനിക്ക് വ്യക്തിപരമായി ഈ ലോകത്തിൽ എൻ്റെ ആശ്രയം ഇല്ലാതെയാവുകയാണ്. കൂടെ ചേർത്ത് പിടിച്ച് വഴി നടത്തിയ ഓർമ്മകൾ എൻ്റെ മനസ്സിൽ എന്നും പച്ചപിടിച്ച് നിൽക്കും. പരിശുദ്ധ ബാവാ തിരുമേനി തുടങ്ങിയ ധാരാളം നല്ല പ്രവർത്തികളുണ്ട്. എല്ലാം ഏറ്റെടുക്കുന്നതിനോ തുടരുന്നതിനോ നമുക്ക് സാധ്യമല്ല. ബാവാ തിരുമേനി അത്യധികം സ്നേഹിക്കുകയും കരുതുകയും ചെയ്ത ഫാത്തിമ വിസ്മിയും അനുഗ്രഹവും നമ്മോട് സംസാരിച്ചു. ബാവാ തിരുമേനി അവരെ തിരിച്ചറിഞ്ഞത് ഫാത്തിമ അനുഗ്രഹത്തിന് നൽകിയ കരുതലിലൂടെയാണ്. അവർക്ക് സ്നേഹവീതിയും സ്നേഹഭവനവും ഒരുക്കി. സ്നേഹവീതിയുടെ ഉദ്ഘാടനത്തിന് ചെല്ലുവാൻ പ്ലാനുകൾ ചെയ്തതാണ്, പക്ഷെ അത് സാധിച്ചില്ല. ബാംഗ്ലൂർ ഭദ്രാസനം ബാവാ തിരുമേനി കുട്ടികൾക്ക് നൽകിയ സ്നേഹത്തിന്റെ ഒരു തുടർച്ച നിർവഹിക്കുകയാണ്. ഫാത്തിമ 10ാം ക്ലാസ്സിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ വാങ്ങിയാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. അനുഗ്രഹ 6 വിഷയങ്ങളിൽ A+ വാങ്ങിയിട്ടുണ്ട്. ഫാത്തിമയ്ക്ക് ഡോക്ടർ ആകണമെന്നാണ് ആഗ്രഹം. 11ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ തന്നെ എൻട്രൻസിന്റെ കോച്ചിങ്ങിന് പോകണമെന്ന് ആ കുഞ്ഞ് ആഗ്രഹിക്കുന്നു. ഫാത്തിമയുടെ തുടർ പഠനത്തിന് 1 ലക്ഷം രൂപയും അനുഗ്രഹത്തിന്റെ തുടർ ചികിത്സയ്ക്ക് 1 ലക്ഷം രൂപയും സ്നേഹ സമ്മാനമായി നൽകുവാൻ ഭദ്രാസന കൗൺസിൽ തീരുമാനിക്കുകയും അത് ഈ സമയം നിങ്ങളുടെ മുമ്പാകെ പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഈ 2 മക്കളോടും അവരുടെ മാതാപിതാക്കളോടും ഞങ്ങളുടെ ഈ സ്നേഹ സമ്മാനം സ്വീകരിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഈ കുട്ടികൾക്ക് എന്നെ പരിചയപ്പെടുത്തിയ ശ്രീ ചെറിയാനോടും ഈ കുട്ടികളോട് സംസാരിക്കുവാൻ അവസരമൊരുക്കിയ കുട്ടികളുടെ അധ്യാപകൻ രജീഷ് സാറിനോടും പ്രത്യേകമായിട്ടുള്ള നന്ദിയും കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. ഈ സമ്മേളനം അനുഗ്രഹകരമാക്കുവാൻ അധ്വാനിച്ച ധാരാളം ആളുകളുണ്ട്. അവരെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബാവാ തിരുമനസിന്റെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കാലത്തിന്റെ കുത്തൊഴുക്കിൽ മലങ്കര സഭ
തളരാതെ നിലനിർത്തിയ ശ്രേഷ്ഠാചാര്യന്റെ തൻ്റെ ജീവിതത്തിൽ ഓരോ ശ്വാസവും വിളിച്ചു പറഞ്ഞ വ്യവഹാരമില്ലാത്ത സഭയെക്കുറിച്ചുള്ള ഓർമ്മയും നിഷ്കളങ്കതയോടെ ആരെയും ആകർഷിക്കുന്ന വ്യക്തിപ്രഭാവവും ഇങ്ങനെ നിരവധി സൗഭാഗ്യങ്ങൾ നിറഞ്ഞ പിതാവാണ് നമ്മളിൽ നിന്ന് വേർപെട്ടു പോയത്. ഭദ്രാസന മെത്രാപ്പൊലീത്തയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. ഈ മഹനീയ പൊതു സ്നേഹ സ്മരണ സൂം വെബിനാറിൽ നന്ദി പ്രകാശിപ്പിക്കുവാൻ ഭദ്രാസന കൗൺസിൽ അംഗം ഹൈദരാബാദ് കത്തീഡ്രൽ അംഗവുമായ PK കുര്യൻ അവറുകളെ ക്ഷണിക്കുന്നു. PK കുര്യൻ സാറേ, അതൊന്ന് ഓൺ ചെയ്തേക്കണേ. സൗണ്ട്. അഭിവന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ എബ്രഹാം സറാഫിം തിരുമേനി, മാർ റഫായേൽ തട്ടിൽ പിതാവ്, റൈറ്റ് റവറൻ ഡോക്ടർ മാത്യൂസ് മാർ മക്കാരിയോസ് എപ്പിസ്കോപ്പ, ഡോക്ടർ KS രാധാകൃഷ്ണൻ അവർകൾ, മിസ് ഫാത്തിമ ബിസ്മി ആൻഡ് മാസ്റ്റർ MM അനുഗ്രഹ്, ബഹുമാനപ്പെട്ട ഭദ്രാസന സെക്രട്ടറി സന്തോഷ് സാമുവലച്ചൻ, ബഹുമാനപ്പെട്ട കോറപ്പിസ്കോപ്പമാർ, ബഹുമാനപ്പെട്ട വൈദിക ശ്രേഷ്ഠർ, ബഹുമാനപ്പെട്ട മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭദ്രാസന കൗൺസിൽ അംഗങ്ങൾ, ഈ സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന വിശ്വാസികളുടെ സമൂഹമായി, പരിശുദ്ധ പിതാവിൻ്റെ അനുസ്മരണ സമ്മേളനത്തിൽ അതിൻ്റെ ഏതാണ്ട് അവസാന ഭാഗത്ത് നാം എത്തിയിരിക്കുകയാണല്ലോ. ഏതാണ്ട് 10 വർഷക്കാലം മലങ്കര ഓർത്തഡോക്സ് സഭയുടെ പ്രധാന അമരക്കാരനായി പ്രശോഭിച്ച പരിശുദ്ധ മോറോന്മാർ ബസേലിയോസ് മാർത്തോമ പൗലൂസ് രണ്ടാമൻ കാതോലിക്ക ബാവായുടെ പാവന സ്മരണയ്ക്ക് മുമ്പിൽ ശിരസ് നമിക്കട്ടെ. ഓർത്തഡോക്സുകാരുടെ പ്രധാന ഇടയൻ എന്ന നിലയിൽ പരിശുദ്ധ പിതാവ് സഭാമക്കളെ ഏറ്റവും അനുഗ്രഹകരമായി നയിക്കുകയും വഴി നടത്തുകയും ചെയ്തതിന് ശേഷമാണ് ഹിലോഹവാസം വെടിഞ്ഞ് പറുദീസായിൽ തൻ്റെ പിതാവിനൊപ്പം ചേർന്നത്. പരിശുദ്ധ പിതാവിൻ്റെ മധ്യസ്ഥതയിൽ നമുക്ക് ശരണപ്പെടാം. പരിശുദ്ധ പിതാവിനെ പറ്റി ഇന്നത്തെ സ്പീക്കേഴ്സ് ധാരാളം കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. എത്ര പറഞ്ഞാലും തീരാത്ത വിധത്തിൽ പരിശുദ്ധ പിതാവ് നന്മകളുടെ പ്രതീകമായിരുന്നു. സഹജീവികളോടുള്ള കരുതലും സ്നേഹവും അശരണരോടുള്ള ദയവും ദരിദ്രരോടുള്ള അനുകമ്പയും ഒന്ന് വേറെ തന്നെയായിരുന്നു. സമാന്തരമില്ലാത്ത ഈ ഗുണങ്ങൾ എന്നും പരിശുദ്ധ ബാവാ തിരുമേനിയുടെ പേരും യശസ്സും ഉയർത്തിക്കൊണ്ടിരുന്നു. സഭാ സമാധാനത്തെ പറ്റിയുള്ള പരിശുദ്ധ പിതാവിന്റെ ചിന്തകൾ പലയിടങ്ങളിലും തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു. പരിശുദ്ധ പിതാവ് ശാശ്വത സമാധാനത്തിനാണ് ആഗ്രഹിച്ചത്. അതുകൊണ്ട് 1934 സഭാ ഭരണഘടനയ്ക്കും 2017 സുപ്രീം കോടതി വിധിക്കും വിധേയമായി മാത്രമേ സമാധാനം പാടുള്ളൂ എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുകയുണ്ടായി. അതുകൊണ്ട് മാത്രമേ മലങ്കര സഭയുടെ സ്വയം ശീർഷകത്വവും സ്വാതന്ത്ര്യവും പരിരക്ഷിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹം നിർബന്ധിച്ചിരുന്നു. സമാധാനം വേണ്ട എന്നൊരിക്കലും അദ്ദേഹം പറഞ്ഞിട്ടില്ല. പരിശുദ്ധ പിതാവ് നമ്മുടെ ഭദ്രാസനത്തിലെ ബാംഗ്ലൂർ, ഹൈദരാബാദ് റീജിയനുകളിലുള്ള മിക്കവാറും പള്ളികളിലും ഒന്നിലധികം പ്രാവശ്യം സന്ദർശിക്കുകയുണ്ടായിട്ടുണ്ട്. ഇടവകാംഗങ്ങളുമായി ഇടപെടുകയും കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുകയും ചെയ്യുമായിരുന്നു. അദ്ദേഹത്തിന്റെ ലളിതമായ ജീവിത ശൈലി ആത്മാർത്ഥതയും എല്ലാവരെയും ആകർഷിച്ചിരുന്നു. 2000 വർഷം പഴക്കമുള്ള നമ്മുടെ സഭയിൽ ആദ്യമായി സ്ത്രീകൾക്ക് പള്ളികളുടെ ജനറൽ ബോഡി മീറ്റിംഗിൽ സംബന്ധിക്കാനും ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി മെമ്പർ തുടങ്ങിയ സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുവാനുമുള്ള അവകാശം പരിശുദ്ധ പിതാവാണ് അനുവദിച്ചു കൊടുത്തത്. ഈ വിപ്ലവകരമായ തീരുമാനം സഭാ ഭരണഘടന അമെൻഡ് ചെയ്ത് ആണ് എടുത്തത്. നമ്മുടെ സ്ത്രീ ജനങ്ങൾ പ്രത്യേകമായിട്ടും പരിശുദ്ധ പിതാവിനോട് എന്നും ഇക്കാര്യത്തിൽ കടപ്പെട്ടിരിക്കുന്നു. പരിശുദ്ധ പിതാവിനോടുള്ള സ്നേഹ ബഹുമാന ആദരവുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കൃത്യമായ കൃത്യത്തിലേക്ക് നന്ദി പറയുക എന്ന കൃത്യത്തിലേക്ക് കടക്കുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് പരിശുദ്ധ ബാവാ തിരുമേനിയെ പറ്റിയുള്ള ധാരാളം കാര്യങ്ങൾ നമ്മെ ധരിപ്പിച്ച അഭിവന്യ ഭദ്രാസന മെത്രാപ്പോലീത്ത ഡോക്ടർ എബ്രഹാം സറാഫിൻ തിരുമേനിയുടെ തൃപ്പാദത്തിൽ നന്ദിയുടെ സ്നേഹാദരവുകളുടെ പൂച്ചണ്ട് സമർപ്പിക്കുന്നു. ഈ സമ്മേളനത്തിന്റെ പുറകിൽ തിരുമേനിയുടെ കൈകൾ പ്രവർത്തിച്ചിരുന്നു. ഒരിക്കൽ കൂടി തിരുമേനിയോടുള്ള സ്നേഹവും ആദരവുകളും അർപ്പിക്കുന്നു. ഈ മീറ്റിംഗിൽ കീനോട്ട് അഡ്രസ് ചെയ്ത്
നമ്മുടെ മുൻ കേരള PSCയുടെ ചെയർമാനും ശ്രീ ശങ്കരാചാര്യ കാലടി യൂണിവേഴ്സിറ്റിയുടെ മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KS രാധാകൃഷ്ണൻ അവറുകളാണ്. കേരള സാമൂഹ്യ സാംസ്കാരിക സാഹിത്യ മേഖലകളിൽ പ്രശോഭിക്കുന്ന ഒരു വെള്ളി നക്ഷത്രമാണത്. വളരെയധികം തിരക്കേറിയ ജീവിതം നയിക്കുന്ന അങ്ങ് ഈ അനുസ്മരണ സമ്മേളനത്തിന് സമയം കണ്ടെത്തി പരിശുദ്ധ പിതാവിനോടുള്ള സ്നേഹാദരവുകൾ കൊണ്ട് മാത്രമാണ് എന്ന് കരുതുന്നു. പരിശുദ്ധ പിതാവിനെ പറ്റിയുള്ള വാക്കുകൾ അമൂല്യങ്ങളാണ്. മലങ്കര സഭയുടെ ബാംഗ്ലൂർ ഭദ്രാസനത്തിന്റെ പേരിലും ഭദ്രാസനാധിപൻ അഭിമന്യ സെറാഫിം തിരുമേനിയുടെ നാമത്തിലുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. പരിശുദ്ധ പിതാവിന്റെ നിഷ്കളങ്കമായ ചിരിയുടെ ഭാഷയെ നല്ലവണ്ണം മനസ്സിലാക്കിയ ഒരു സാഹിത്യകാരനും കൂടിയാണ് അങ്ങ്. സൈറോ ബലമാർ ചർച്ചിന്റെ ഹൈദരാബാദിലുള്ള ഷംഷാബാദ് രൂപതയുടെ ബിഷപ്പ് മാർ റഫായൽ തട്ടിൽ പിതാവ് പരിശുദ്ധ ബാവാ തിരുമേനിയുടെ കോളേജ് മേറ്റും ഉറ്റ സ്നേഹിതനും ആയിരുന്നു. അവർ തമ്മിൽ വളരെ അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. തട്ടിൽ പിതാവ് പരിശുദ്ധ ബാവാ തിരുമേനിയെ ഒരുപക്ഷെ അവസാനമായി കണ്ടത് 2019 ഹൈദരാബാദ് സെന്റ് ഗ്രിഗോറിയോസ് ഓർത്തഡോക്സ് കത്തീഡ്രലിന്റെ ഗോൾഡൻ ജൂബിലി സമ്മേളനത്തിൽ വെച്ചാണ് എന്ന് ഞാൻ കരുതുന്നു. ഇന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിച്ച് പരിശുദ്ധ ബാവാ തിരുമേനിയുള്ള ബഹുമാനാദരവുകൾ പങ്കുവച്ചതിന് തട്ടിൽ പിതാവിനോടുള്ള നന്ദിയും സ്നേഹവും സമർപ്പിക്കുന്നു. മാർത്തോമാ ചർച്ച് ചെന്നൈ ബാംഗ്ലൂർ ഡയോസിസിന്റെ ബിഷപ്പായ ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പായും പരിശുദ്ധ തിരുമേനിക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുകയുണ്ടായി. തിരുമേനി പറഞ്ഞ കാരുണ്യ വാക്കുകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിൽ സമയം കണ്ടെത്തി സംബന്ധിച്ചതിലും ഉള്ള സ്നേഹാദരവുകൾ സമർപ്പിക്കുന്നു. മിസ് ഫാത്തിമ ബിസ്മി മാസ്റ്റർ MM അനുഗ്രഹവും പരിശുദ്ധ ബാവാ തിരുമേനി സ്നേഹിച്ച് ലാളിച്ച കുഞ്ഞുങ്ങളാണ്. പരിശുദ്ധ പിതാവ് അവരെ സ്വീകരിക്കാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ പോയ കഥകളും മറ്റും നാം എല്ലാവരും ന്യൂസ് പേപ്പറുകളിൽ വായിച്ചു മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ആ കുഞ്ഞുങ്ങൾ ഇന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചതിൽ അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കട്ടെ. ഈ സമ്മേളനത്തിന്റെ MC ആയി പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട വർഗീസ് P ഇടിച്ചാണ്ടി അച്ഛനോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അതുപോലെ ഇന്ന് പ്രദർശിപ്പിച്ച ഡോക്യുമെന്ററിയുടെ പുറകിൽ പ്രവർത്തിച്ചത് റവറൻ ഫാദർ വർഗീസ് P ഇടിച്ചാണ്ടി, റവറൻ ഫാദർ സൈമൺ തോമസ്, ജോയ്, റോണി, അനീഷ് അലക്സ് വർഗീസ്, ഗീവർഗീസ്, അജിത് മാത്യു, വിമൽ ജോർജ് എന്നിവരാണ്. അവരോടുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ഈ സമ്മേളനത്തിൽ വെർച്വലായി സംബന്ധിച്ച എല്ലാ വിശ്വാസികളോടും പ്രത്യേകിച്ച് കോറപ്പിസ്കോപ്പമാർ, ബഹുമാനപ്പെട്ട വൈദികർ തുടങ്ങി പല സ്ഥലങ്ങളിൽ ഇരുന്ന് വീക്ഷിച്ച എല്ലാ സഭാമക്കളോടുമുള്ള സ്നേഹവും ആദരവും അർപ്പിച്ചുകൊള്ളുന്നു. ഒരിക്കൽ കൂടെ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. ഏവർക്കും നന്ദി പ്രകാശിപ്പിച്ച PK കുര്യൻ സാറിനോടുള്ള നന്ദി അറിയിക്കുകയാണ്. ചിലർ ജന്മം കൊണ്ട് മഹാന്മാരെന്നറിയപ്പെടും. എന്നാൽ ചിലർ ജീവിതം കൊണ്ട് തനിക്ക് ലഭിച്ച സാഹചര്യത്തെ നല്ല മനസ്സോടെ സ്വീകരിച്ചപ്പോൾ ചക്രവാളങ്ങൾക്കപ്പുറത്ത് നിന്ന് പോലും ആ വ്യക്തിയെക്കുറിച്ച് പറയുവാൻ വിവിധ രാജ്യങ്ങളുടെ ഭരണകർത്താക്കൾ, ആത്മിക മേലധ്യക്ഷന്മാർ, രാഷ്ട്രീയ സാമൂഹിക നേതാക്കൾ ഇറങ്ങി വന്നു. പരിശുദ്ധ പിതാവിന്റെ മധ്യസ്ഥത നമുക്ക് കോട്ടയായിരിക്കട്ടെ. ആശീർവാദത്തിനായി ഭദ്രാസന മെത്രാപ്പോലിത്ത അഭിമന്യ ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം തിരുമേനിയെ ക്ഷണിക്കും. പിതാവാം ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രന്റെ കൃപയും പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടുകൂടെയും എല്ലായ്പ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.
പാപക്കടലേ എന്തിനാഴത്തിൽ താഴ്ത്തി പായും ജീവിതമേ ക്ലേശിപ്പിച്ചെന്തിന്നെ നാഥൻ നോക്കി പാർക്കും സ്ഥാനത്തിൽ നശ്വരമായ ഭവനമേ, എന്തിനാണ് നീ എന്നെ മോഹിപ്പിച്ചത്? പാപത്തിന്റെ സമുദ്രമേ, എന്തിനാണ് നീ എന്നെ നിന്റെ അടിത്തട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയത്? ജീവിതത്തിന്റെ മോഹമേ, എന്തിനാണ് നീ എന്നെ ക്ലേശിപ്പിച്ചത്? എന്നെ വിടുക, ഞാനിതാ എന്റെ നാഥന്റെ സന്നിധിയിലേക്ക് യാത്രയാകുന്നു. നീ മോഹിപ്പിച്ചു ദ്രവ്യവിഭൂഷകളാലെന്നെ, നീ കിളിയെ പോലെ വീഴിച്ചു കെണികളിലെന്നെ. ഞാൻ പോകും നേരം വിരലുകളിൽ നീ പിടികൂടി ഞാൻ സംഭ്രമമാർന്നു ദുസ്വപ്നം കണ്ടോനേ പോയി. ലോകമേ, നിന്റെ മോദങ്ങളാൽ നീ എത്രമാത്രം എന്നെ മോഹിപ്പിച്ചു. വേടൻ കെണിവെച്ച് കിളികളെ പിടിക്കുന്നത് പോലെ എന്തിനാണ് നീ എന്നെ വീഴിച്ചത്? ദുസ്വപ്നം കണ്ട മനുഷ്യനെ പോൽ ഞാൻ എത്രമാത്രം ഭയപ്പെട്ടുപോയി. എന്നാൽ ഇന്ന് ഞാനിതാ മോഹങ്ങളും ഭയങ്ങളുമില്ലാത്ത ലോകത്തേക്ക് എന്റെ കർത്താവിന്റെ അടുക്കലേക്ക് തന്നെ പോകുന്നു. മോഷ്ടിപ്പോൻ രാവിൽ മോഷ്ടിക്കും, മറയും ശീഘ്രം
പടുചോരൻ കയ്യേറി ഇന്ധനമെല്ലാം എൻ സൗന്ദര്യത്തെ ശേഷം ഗൂഢം നീക്കി നാഥൻ തൻ നഗ്നൻ ഞാൻ ലജ്ജിതനാകും